നാരായണ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹരാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാം രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പാം. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാഭംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽകുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സംഗം സുബാഹും മൃദുലസതുതരം കഞ്ചനച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ,
ശ്രീനാഥനാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥനാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തദൈകാദശീ നാമവർണ്ണാഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോപിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ശ്രീമദ് നാരായണീയ സ്വാധ്യായ പരമ്പരയിലേക്ക് എവർക്കും സുസ്വാഗതം. 168 169 എപ്പിസോഡുകൾ ആയി. ദശകം 78 നമ്മളിന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജരാസന്ധനുമായിട്ടുള്ള ഭഗവാന്റെ ഒരു 17 യുദ്ധങ്ങളും അതിനുശേഷം 18ാമത്തെ യുദ്ധമില്ലാതെ ഭഗവാൻ ജരാസന്ധന് വിജയം കൊടുത്തതും, ഒരു വാക്ക് ഓവർ കൊടുത്ത് 3 കോടിയുള്ള യവനന്മാരെ നശിപ്പിക്കാൻ ഭഗവാന് സാധിക്കും. എന്നാൽ അതിൽ എത്രയോ ചുരുക്കമുള്ളതായിട്ടുള്ള, അതിൻ്റെ 8-1 9-1 മാത്രമുള്ള ജരാസന്ധൻ്റെ സൈന്യത്തെ ഭഗവാൻ 17 പ്രാവശ്യം തോൽപ്പിച്ചിട്ടും 18ാമത്തെ പ്രാവശ്യം തോൽപ്പിക്കാൻ പറ്റാത്തതുപോലെ ഒരു ഭീരുവിനെ പോലെ ഭഗവാൻ ഒളിച്ചോടുന്നതായിട്ടുള്ള ഒരു കളിയും കളിക്കുന്നുണ്ട്. എന്തിനാണെന്ന് മേൽപ്പത്തൂർ പറഞ്ഞു. അവന് അഹങ്കാരമുണ്ടാവാൻ, ദർപ്പായ. താങ്ക് യു. ഇപ്പോൾ 168ാമത്തെ എപ്പിസോഡാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഭഗവാൻ രാത്രിക്ക് രാത്രി വിശ്വകർമാവിനെ കൊണ്ട് കുശസ്ഥലി പട്ടണം പുതുക്കിപ്പണിത് ദ്വാരകാപുരിയാക്കി മാറ്റി. ഉറങ്ങിക്കിടന്ന മധുരാപുരവാസികളായ യാദവന്മാരെ മുഴുവൻ
അവരറിയാതെ അവർ ഉണർന്നെഴുന്നേറ്റത് ഭഗവാന്റെ യോഗശക്തി കൊണ്ട് രാവിലെ ദ്വാരകയിലായിരുന്നു. ഇനി ഇതാ ഭഗവാനും ദ്വാരകയിൽ ചെന്ന് ചേരുന്നു, ദ്വാരകാവാസം ആരംഭിക്കുന്നു. ഭഗവാന്റെ ജീവിതത്തിലെ ഒരു മൂന്നാമത്തെ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തത് 11 വർഷം ഗോകുലത്തിലും വൃന്ദാവനത്തിലുമായിട്ട് നന്ദൻ്റെയും യശോദയുടെയും കൂടെ, അത് കഴിഞ്ഞ് കുറച്ചു കാലം മധുരാപുരിയിൽ, അത് കഴിഞ്ഞതാ മധുരാപുരി വിട്ട് ദ്വാരകാപുരിയിലേക്ക്. ഇനി ഭഗവാൻ അവസാനം വരെ ദ്വാരകാപുരിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതം, വൈവാഹിക ജീവിതമെല്ലാം ദ്വാരകാപുരിയിലാണ്. അവസാനം വരെ ദ്വാരകാപുരിയിലാണ് ഭഗവാൻ കഴിയുന്നത്. വളരെ കാലം ദ്വാരകാപുരിയിൽ കഴിയുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഇനി ഭഗവാന്റെ വിവാഹങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. 16,008 എന്ന ഭാഗവതത്തിലും നാരായണീയത്തിലും വർണ്ണിച്ചിരിക്കുന്ന ഭഗവാന്റെ വിവാഹങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. അതിലെ ആദ്യത്തെ വിവാഹമാണ് ഭഗവാന്റെ പട്ടമഹിഷിയായ രുക്മിണീ ദേവിയുമായിട്ടുള്ള വിവാഹം. സാക്ഷാൽ ലക്ഷ്മീ ദേവിയുടെ തന്നെ അംശമാണ് രുക്മിണീ ദേവി. ആ രുക്മിണീ ദേവി ഭഗവാനുമായി ചേരുന്ന ഐക്യത്തിൻ്റെ കഥയാണ് രുക്മിണീ സ്വയംവരം. അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രവേശിക കൂടിയാണ് ഈ 78-ാം ദശകം. അടുത്ത ദശകത്തിലാണ് രുക്മിണി ഹരണം, രുക്മിണി സ്വയംവരം എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നത്. അടുത്ത 79-ാം ദശകമാണ്. ഇതിൽ രുക്മിണിയുടെ സന്ദേശം ഭഗവാന് വരുന്നു. ഒരു ബ്രാഹ്മണനിലൂടെ രുക്മിണിയുടെ ഹൃദയം ഭഗവാനെ അറിയിക്കുന്ന ആ ഒരു സന്ദേശം ഈ ദശകത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 78-ാം ദശകം വായിക്കാം. ദ്രുതവിളംബിതം എന്ന വൃത്തത്തിലാണ് 78-ാം ദശകം. 10 ശ്ലോകങ്ങൾ തന്നെ ഉള്ളൂ. ആദ്യം വായിച്ചിട്ട് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ശ്രീമന്നാരായണീയം ദശകം 78 രുക്മിണീ സന്ദേശപ്രാപ്തി. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ത്രിദിവവർദ്ധകിവർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമദ ജലധിമദ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരോചിഷാ ദദുഷിരേവത ഭൂഭൃതിരേവതീം ഹലഭൃതേ തനയാം വിദിശാസനാത് മഹിതമുത്സവഘോഷമപൂപുഷഃ സമുദിതൈർമുദിതൈ സഹ യാദവൈഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ബലരാമസ്വാമിയുടെ വിവാഹമാണ്. ഇനി രുക്മിണി സന്ദേശകഥ. അദവിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദരഃ സ്വയമതിൽ സദചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ ചിരധൃത പ്രണയാ ത്വയി ബാലികാ സപദി കാംക്ഷിതഭംഗസമാകുലാ തവ നിവേദയിതും ദ്വിജമാദിശത സ്വകഥനം കഥനംഗവിനിർമിതം ദ്വിജസുതോപി ചതൂർണമുപായയൗ തവ പുരം ഹി ദുരാസദം മുദമവാപ ച സാദര പൂജിതഃ സ ഭവതാ ഭവതാപഹൃതാ സ്വയം സ ച ഭവന്തമവോചത കുണ്ഡിനേ നൃപസുതാ ഖലു രാജതി രുക്മിണീ ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം
തവ ഹൃതാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃപോതുനാ ആയി കൃപാലയ പാലയ മാമിതി പ്രജഗതേ ജഗദേകപതേ തയാ അശരണാം യതി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം അകദയസ്ത്വമദൈനമയേ സഖേ തദധികാ മമ മന്മദവേദനാ നൃപസമക്ഷമുപേത്യ ഹരാമ്യഹം തദയിതാം ദയിതാം അസിതേ ക്ഷണാം പ്രമുദിതേന ച തേന സമം തദാ രഥഗദോലഘുകുണ്ഡിനമേയിവാൻ ഗുരുമരുൾ പുരനായകമേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം ഗുരുമരുൾ പുരനായകമേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഇപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ആ ദ്വാരകാപുരിയെ തൻ്റെ മൂർത്തിയുടെ ശോഭ കൊണ്ട്, അതിൻ്റെ മഹിമ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് ദ്വാരകാപുരിയിൽ വസിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകത്തിൽ ബലരാമസ്വാമിയുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നു. 3 മുതൽക്കാണ് രുക്മിണിയുടെ കഥ പറയുന്നത്. രുക്മിണിയുടെ ഭഗവാനോടുള്ള പ്രേമവും അതിനുള്ള കാരണവും അതിന് തടസ്സമുണ്ടാകുന്നതും രുക്മിണിയുടെ വിവാഹം ശിശുപാലനുമായിട്ട് നിശ്ചയിക്കുന്നതും രുക്മിണി ദുഃഖിതയായി ഒരു സന്ദേശവാഹകനായ ഒരു ബ്രാഹ്മണനെ ഭഗവാന്റെ അടുത്തേക്ക് അയക്കുന്നതും ഭഗവാൻ ആ സന്ദേശം മനസ്സിലാക്കി ആ ബ്രാഹ്മണനോടുകൂടി കുണ്ടിനം എന്ന് പറയുന്ന വിദർഭ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിലേക്ക് പുറപ്പെടുകയാണ്. വിദർഭ രാജ്യമാണ് ഭീഷ്മകൻ എന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ മകളാണ് രുക്മിണി. അപ്പോൾ ആ കഥകൾ ക്രമത്തിൽ വരുന്നു. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. ത്രിദിവ വർദ്ധകിവർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമദ ജലധിമദ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരോചിഷാ ത്രിദിവ വർദ്ധകിവർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമദ ജലധിമദ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരോചിഷാ. ഇപ്പോൾ ഗുരുവായൂരപ്പ ത്വം അഭൂഷയ, അഭൂഷയോ എന്നുള്ളത് സന്ധിയിൽ വരുന്നതാണ്. അത് പിരിക്കുമ്പോൾ അഭൂഷയ ഒരു ക്രിയാരൂപമാണ്. അങ്ങ് അലങ്കരിച്ചു, ഭൂഷണം ചെയ്തു എന്നാണ് അഭൂഷയ. ത്വം അഭൂഷയ, യു ഡിഡ് ഡെക്കറേറ്റ് എന്നർത്ഥമാണ്. അപ്പോൾ എന്തിനെ അലങ്കരിച്ചു? നവപുരം, ആ പുതിയ പുരിയെ. നവപുരം ത്വം അഭൂഷയ. എങ്ങനെ? വപുരഞ്ജിത രോജിഷ,
വപുരഞ്ജിത രോജിഷ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വപുസ്സുകൊണ്ട് അഞ്ജിത രോജിസ് എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൻ്റെ മനോഹരമായിരിക്കുന്ന രോജിസ് എന്ന് പറഞ്ഞാൽ കാന്തി, പ്രകാശം, അതിൻ്റെ മഹത്വം, വിഭൂതി എന്നൊക്കെ അർത്ഥം. അപ്പം അങ്ങയുടെ മഹത്തായ ആ ശരീരകാന്തി കൊണ്ട്, ശോഭ കൊണ്ട് ആ പുതിയ പുരിയായ ദ്വാരകാപുരിയെ അങ്ങ് അലങ്കരിച്ചു. എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും നേരത്തെ വന്നു, ഭഗവാനും കൂടി വന്നപ്പോഴേ വാസ്തവത്തിൽ ദ്വാരകാപുരിയിൽ അലങ്കാരം പൂർണ്ണമായുള്ളൂ. ഇതുവരെ അലങ്കാരം എന്താ പറയുക, ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? എല്ലാ പണികളും കഴിച്ചു, ശില്പവേലകളൊക്കെ കഴിച്ചു, ഉപദേവ പ്രതിഷ്ഠകളൊക്കെ കഴിച്ചു. മുഖ്യ പ്രതിഷ്ഠ നടന്നിട്ടില്ലെങ്കിൽ ആ ക്ഷേത്രത്തിന് മഹത്വമുണ്ടോ? അപ്പോൾ ഏറ്റവും അവസാനമാണ് മുഖ്യദേവനെ പ്രതിഷ്ഠിക്കുക ഒരു ക്ഷേത്രത്തിൽ. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഉപദേവന്മാരുടെ കുംഭാഭിഷേകമൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് മുഖ്യദേവൻ്റെ പ്രതിഷ്ഠ, ഏറ്റവും വലിയ കലശങ്ങൾ കൊണ്ടുള്ള അഭിഷേകങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ ഇവിടെ ഈ ദ്വാരകാപുരി എന്ന വലിയ ക്ഷേത്രത്തെ അവസാന പ്രതിഷ്ഠയായിട്ട് ഭഗവാൻ വന്ന് അലങ്കരിച്ചു. ഭഗവാൻ വന്നതോടു കൂടിയിട്ടാണ് ആ നവപുരം ന്യൂ സിറ്റി, ആ പുതിയ സിറ്റിയായ ദ്വാരകാപുരി ശോഭിച്ചത്. അപ്പോൾ അങ്ങ് ഭൂഷണം ചെയ്തു, അങ്ങ് അലങ്കരിച്ചു. ത്വം അഭൂഷയ നവപുരം വപുരഞ്ജിത രോജിഷ. ഇതാണ് ആകെ കൂടിയുള്ള വിഷയം. അതിൽ ഈ നവപുരം എന്നുള്ളതിനെ 3 വിശേഷണങ്ങളെ കൊണ്ട് വിശേഷിപ്പിച്ചു. മുമ്പിലുള്ളത് മുഴുവൻ ഈ പുരത്തിനുള്ള വിശേഷണമാണ്. ഏത് പുരത്തിന്? ദ്വാരകാപുരിക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളെ എടുത്തു പറയുകയാണ്. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ഒരു വിശേഷണം, ത്രിദശദത്ത സമസ്ത വിഭൂതിമത് മറ്റൊരു വിശേഷണം, ജലതി മധ്യഗതം മൂന്നാമത്തെ വിശേഷണം. മൂന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നതിനേക്കാൾ ലൊക്കേഷൻ പറഞ്ഞു. എവിടെയാണ് ഈ നവപുരം? ജലതി മധ്യഗതം, ജലതിയുടെ മധ്യത്തിൽ ഗമിച്ചത് എന്ന് പറഞ്ഞാൽ സമുദ്രമധ്യത്തിൽ ഭവിച്ചത്. ദ്വാരകാപുരി ഒരു ദ്വീപാണല്ലോ. ഗുജറാത്തിൽ നിന്ന് ബോട്ടിൽ വേണം ശരിക്കുള്ള പഴയ ദ്വാരകാപുരിയിലേക്ക് പോകാനായിക്കൊണ്ട്. ഇപ്പോൾ എല്ലാം മുങ്ങിക്കിടക്കുകയാണ്, എത്രയോ ഭാഗം മുങ്ങിക്കിടക്കുകയാണ്. ഏതാനും അല്പം ചിലതൊക്കെ പുറത്ത് കാണാം എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരംശം മാത്രമേ ഇപ്പോൾ പുറത്ത് കാണാൻ പറ്റുള്ളൂ. ബാക്കി മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഒരു പുരം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അത്ഭുതങ്ങളായിട്ടുള്ള എന്താ പറയുക, ഒരു രാജധാനിക്ക് വേണ്ട, ഒരു കൊട്ടാരത്തിന് വേണ്ട സർവ്വ വിഭൂതികളും അതിനകത്ത് വെള്ളത്തിൻ്റെ അടിയിലായി പോയിട്ടുണ്ട്. കുറേയൊക്കെ മണ്ണിൻ്റെ അടിയിൽ ആയി പോയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്കിപ്പോൾ ബോട്ടിൽ പോയി കാണാം. അപ്പോൾ ദ്വീപാണ് ശരിക്ക് ദ്വാരക, അല്ലെങ്കിൽ കുശസ്ഥലി എന്നാണ് ആ ദ്വീപിൻ്റെ പേര്. അതിൽ ദ്വാരക എന്ന പുരി നിർമ്മിച്ചു. ജലതി മധ്യഗതം നവപുരം ത്വം തവ വപുരഞ്ജിത രോജിഷ അഭൂഷയ. അപ്പോൾ ബാക്കി 2 വിശേഷണങ്ങൾ കൂടി എന്താണെന്ന് നോക്കാം. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം. ത്രിദിവ വർദ്ധകി എന്ന് പറഞ്ഞാൽ ത്രിദിവം ദേവലോകം, 3ാം ലോകം എന്നാണ് ത്രിദിവം എന്ന് പറയുന്നതിന് അർത്ഥം. ദേവലോകം, ആ ദേവലോകത്തിൻ്റെ വർദ്ധകി. അതെ, നമ്മുടെ എന്താ പറയുക, ഞങ്ങൾ വേണുഗോപാൽജിയുടെ കൂടെ ഞങ്ങൾ ദ്വാരക പോയതാണ് 2016-ലോ 2017-ലോ. വേണുഗോപാൽജി അത് പറഞ്ഞു തരുന്നു. ബേട്ട് ദ്വാരക എന്നാണ് ആ സ്ഥലത്തിന് പേര്. ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് പേര്. നമ്മൾ ബോട്ടിൽ വേണം പോകാൻ ഈ ബേട്ട് ദ്വാരകയ്ക്ക്. അതൊക്കെ അവിടെ പോയി കാണേണ്ടതാണ്. പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അവിടുത്തെ അത്ഭുതങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത് ത്രിദിവ വർദ്ധകി വിശ്വകർമാവിൻ്റെ പേരാണ്, പര്യായമാണ്. വിശ്വകർമാവ് ദേവലോകത്തെ വർദ്ധിപ്പിക്കുന്ന ആളാണ്. വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ശില്പവേലകൾ ചെയ്ത് പണിയെടുത്ത് അതിനെ പോഷിപ്പിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് വിശ്വകർമാവിനെ ത്രിദിവ വർദ്ധകി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വർദ്ധിത കൗശലം, അദ്ദേഹത്തിൻ്റെ കൗശലം ഏറ്റവും വർദ്ധിച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലാണ്
അദ്ദേഹം ഭഗവാന് വേണ്ടി ദ്വാരകാപുരി ചെയ്തു കൊടുത്തത്. കാരണം ആർക്ക് വേണ്ടിയാ ചെയ്യണമെന്നതിന് അനുസരിച്ചായിരിക്കുമല്ലോ ഒരു ശില്പി തൻ്റെ കഴിവുകൾ പുറത്തെടുക്കുക. ദേവന്മാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് ഇത്രയൊക്കെ മതി എന്ന മട്ടുണ്ടാവും ആർക്ക്? വിശ്വകർമാവിന്. അദ്ദേഹം അവരുടെ ഇടയിൽ ഒരാളും കൂടിയാണ്. ത്വഷ്ട്രാവ് എന്നറിയപ്പെടുന്ന ഒരു ദേവൻ കൂടിയാണ് ഈ വിശ്വകർമാവ്. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഒരാളാണ്. അപ്പോൾ സഹോദരന്മാരാണ് ബാക്കി ദേവന്മാരൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അതിനൊരു ഇതുണ്ട്, മര്യാദയ്ക്ക് ചെയ്തു കൊടുക്കും, ഇല്ല എന്ന് പറയുന്നില്ല. സ്വന്തക്കാർക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ, നന്നായി തന്നെ ചെയ്യും. എന്നാൽ ഭഗവാൻ ആജ്ഞ ചെയ്യുമ്പോഴോ, ജഗതീശ്വരൻ, ലോകത്തിൻ്റെ മുഴുവൻ നാഥൻ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പോൾ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോൾ വിശ്വകർമാവ് തൻ്റെ കഴിവിൻ്റെ എല്ലാ മാക്സിമവും ആത്മാർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ദ്വാരകാപുരി നിർമ്മിച്ചത് എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കരകൗശല വിരുതുകൾ എല്ലാം തന്നെ ഏറ്റവും നന്നായിട്ട് പ്രയോഗിച്ചിട്ടാണ് ദ്വാരകാപുരി പണിതത്. അതാണ് ഇവിടെ ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം. ദേവലോക ശില്പിയായ വിശ്വകർമാവിൻ്റെ വർദ്ധിച്ച കൗശലം മുഴുവൻ പ്രകടിപ്പിക്കപ്പെട്ട പുരിയാണ് ദ്വാരകാപുരി. അവിടെ കൗശലം എന്ന് നപുംസകലിംഗത്തിൽ ആ നവപുരം അതിന് വിശേഷണമായിട്ട് കണക്ട് ചെയ്യണം. മറ്റൊരു വിശേഷണം എന്താ പറഞ്ഞത്? ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത്. രണ്ടാമത്തെ വിശേഷണമാണ് ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത്. ത്രിദശന്മാര് എന്ന് പറഞ്ഞാൽ ദേവന്മാര്. ദേവന്മാരുടെ പര്യായമാണ് ത്രിദശന്മാര്. കാരണം അവർക്ക് മൂന്നാമത്തെ ദശ മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ ജീവിതത്തിൽ പല ദശകളുണ്ട് അല്ലേ? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ നമുക്കൊക്കെ പല ദശകളുണ്ട്. എന്നാൽ ദേവന്മാർക്ക് ഒറ്റ ദശയുള്ളൂ, മൂന്നാമത്തെ ദശ. ബാല്യ കൗമാരങ്ങളില്ല, യൗവനം പെർമനൻ്റാണ്. എപ്പോഴും യൗവനയുക്തന്മാരാണ് ദേവന്മാർ. അതുകൊണ്ട് അവർക്ക് പേര് ത്രിദശന്മാര്. തേർഡ് സ്റ്റേജിൽ പെർമനൻ്റ് ആയിരിക്കുന്നവർ ത്രിദശന്മാര്. അവരാൽ ദത്ത സമസ്ത വിഭൂതിമത്. ഈ പുരം, ഈ ദ്വാരകാപുരിയിലേക്ക് ദേവന്മാരാൽ ദത്തം നൽകപ്പെട്ടതായിട്ടുള്ള സമസ്ത വിഭൂതിമത്, സമസ്ത വിഭൂതികളോടും കൂടിയത്. വിഭൂതിമത് എന്ന നപുംസകലിംഗം പുരമായതുകൊണ്ട്, പുല്ലിംഗമായിരുന്നെങ്കിൽ വിഭൂതിമാൻ എന്നായി മാറിയേനെ, സ്ത്രീലിംഗമായിരുന്നെങ്കിൽ വിഭൂതിമതി എന്നായേനെ. ഇത് വിഭൂതിമത്ത് എന്ന് നപുംസകലിംഗം, പുരം നപുംസകമായതുകൊണ്ട്. അപ്പോൾ വിഭൂതിമത്ത് പുരം, നവപുരം. അപ്പോൾ ദേവന്മാരെല്ലാം എന്ത് ചെയ്തു? അവരുടെയൊക്കെ കയ്യിലുള്ള ഏറ്റവും നല്ല വസ്തുക്കളൊക്കെ ഈ വിശ്വകർമാവ് ഭഗവാന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള വാസസ്ഥാനം ദ്വാരകാപുരി നിർമ്മിച്ചപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണോ നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഹൗസ് വാമിങ്ങിന് സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കുക, അതുപോലെ ഭഗവാന്റെ ഹൗസ് വാമിങ്ങിന്, ഭഗവാന്റെ കയറിത്താമസത്തിന്, ഭഗവാന്റെ കൂടിത്താമസത്തിന്, ആ ഗൃഹപ്രവേശത്തിനായിക്കൊണ്ട് അതിനു മുമ്പായിക്കൊണ്ട് തന്നെ ദേവന്മാരെല്ലാവരും അവരവരുടെ കഴിവിന് പരമാവധി അവരുടെ കയ്യിലുള്ള വിഭൂതികളായിട്ടുള്ള അത്ഭുത വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. അങ്ങനെയാണ് ദേവലോകത്തിലെ സഭയായ സുധർമ്മ, ദേവേന്ദ്രന്റെ സഭയായ സുധർമ്മ എന്ന സഭയടക്കം, പാരിജാതം എന്ന വൃക്ഷമടക്കം, ഭഗവാന് രഥമടക്കം, ഇന്ദ്രന്റെ രഥമാണ് ഭഗവാൻ ഉപയോഗിച്ചത്. പിന്നെ ഒഫീഷ്യൽ രഥം, ഭഗവാന്റെ ഒഫീഷ്യൽ തേര് ഇന്ദ്രൻ കൊടുത്തയച്ച തേരാണ്. പിന്നെ ഭഗവാന് പ്രൈവറ്റായിട്ട് രഥമൊക്കെ ഉണ്ട്, അത് വേറെ. ഒരു പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഒക്കെ ആകുമ്പോൾ അവർക്ക് ഒഫീഷ്യൽ വാഹനങ്ങളും പേഴ്സണൽ വാഹനങ്ങളും ഒക്കെ ഉണ്ടാവില്ല. അതുപോലെ ഔദ്യോഗിക വാഹനം ഇന്ദ്രൻ കൊടുത്തയച്ച വാഹനമാണ്. ഔദ്യോഗിക സാരഥി ഇന്ദ്രൻ പറഞ്ഞയച്ച മാതലിയുടെ അംശമായിരിക്കുന്ന ദാരുകനാണ്. അപ്പം ഇങ്ങനെ ദേവലോകത്തുള്ള സർവ്വവിഭൂതികളും ഭൂമിയിലെ ദ്വാരകയിലേക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ലോകമുണ്ടെങ്കിൽ അത് സ്വർഗമൊന്നുമല്ല, സ്വർഗത്തേക്കാൾ സുന്ദരം
സ്വർഗത്തേക്കാൾ വിഭൂതിമത്ത്, മനോഹരം, ഐശ്വര്യപൂർണം, ലോകത്തിൻ്റെ മുഴുവൻ ക്യാപിറ്റൽ ഇപ്പോൾ ദ്വാരകയാണ്. എന്തുകൊണ്ട് വെച്ചാൽ ജഗന്നാഥൻ ഇപ്പോൾ ദ്വാരകാപുരിയിലാണ് വസിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഭഗവാന്റെ ഭരണം. അപ്പോൾ അതാണ് ഇവിടെ ഈ നവപുരം എന്ന പുരത്തിൻ്റെ വിശേഷണങ്ങളായിട്ട് ത്രിദിവവർദ്ധഗിവർദ്ധിത കൗശലം ത്രിദശദത്ത സമസ്ത വിഭൂതിമത് ജലധി മധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരോചിഷാ. ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് നായ കുരയ്ക്കുന്നത് കേൾക്കുന്നുണ്ടോ? ബഹളമുണ്ടോ? അവിടെ ചിലപ്പോൾ ഈ തമിഴന്മാർ ചെമ്മരിയാട് മേയ്ക്കാൻ വരും നിറയെ, അതിൻ്റെ കൂടെ കുറേ നായ്ക്കളും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചില നായ്ക്കളുണ്ട് നമ്മുടെ ആശ്രമത്തെ ചുറ്റിപ്പറ്റിയിട്ട്, നമ്മൾ നേരിട്ട് വളർത്തുന്ന അല്ലെങ്കിലും ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ അവർക്ക് മറ്റേ നായ്ക്കളെ കാണുമ്പോൾ, ആടുകളെ കാണുമ്പോൾ ഒക്കെ കുരയ്ക്കുന്നതാണ്. ആടുകൾ നമ്മുടെ കോമ്പൗണ്ടിലേക്കൊക്കെ ചിലപ്പോൾ കയറി വരും. വേറെ ശല്യങ്ങളൊന്നുമില്ല ഇവിടെ. മനുഷ്യന്മാരെ കൊണ്ടുള്ള ഉപദ്രവമൊന്നും ഇവിടെ ഉണ്ടാവില്ല. നാട്ടിൻപുറം തന്നെ, തനി നാട്ടിൻപുറം. ത്രിദിവവർദ്ധഗിവർദ്ധിത കൗശലം ത്രിദശദത്ത സമസ്ത വിഭൂതിമത് ജലധി മധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരോചിഷാ. അങ്ങയുടെ ശരീരകാന്തി കൊണ്ട് അങ്ങ് ഈ പുതിയ പുരിയായ ദ്വാരകാപുരിയെ അലങ്കരിച്ചു ഗുരുവായൂരപ്പ എന്ന് ഒന്നാമത്തെ ശ്ലോകം. അപ്പോൾ ഭഗവാന്റെ ദ്വാരകാവാസത്തെ സൂചിപ്പിച്ചു. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ജ്യേഷ്ഠൻ്റെ വിവാഹം, ബലരാമസ്വാമിയുടെ വിവാഹത്തെക്കുറിച്ച് പറയുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ വിവാഹം. അതെന്തായാലും ക്രമത്തിലായിക്കോട്ടെ. ശ്രീമദ് ഭാഗവതത്തിലും 51 ദശകത്തിൽ 51 അധ്യായത്തിൽ ബലരാമസ്വാമിയുടെ വിവാഹത്തെക്കുറിച്ച് പരാമർശം വരും. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന്റെ രുക്മിണി സ്വയംവരത്തിലേക്ക് പ്രവേശിക്കുക. ദദുഷിരേവത ഭൂപൃതിരേവതീം ഹലഭൃദേ തനയാം വിധിശാസനാത് महितमुत्सवघोषमपूपुषः समुदितैर्मुदितैः सह यादवैः ददुषिरेवत भूभृतिरेवतीं हलभृदे तनयां विधिशासनात् महितमुत्सवघोषमपूपुषः സമുദിതൈർമുദിതൈ സഹ യാദവൈ. ഇവിടെ രേവത ഭൂഭൃതി എന്ന് പറഞ്ഞിട്ടുണ്ട്. രേവത ഭൂഭൃത്ത്, അതാണ് ഭൂഭൃത്ത് എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ പര്യായമാണ്. ഭൂമിയെ ഭരിക്കുന്നവൻ ഭൂഭൃത്ത്. അതിൻ്റെ സപ്തമിയാണ് ഭൂഭൃതി എന്നുള്ളത്. അപ്പോൾ രേവത ഭൂഭൃതി ഹലഭൃതേ തനയാം രേവതീം വിധിശാസനാത് ദദുഷി സതി. സതി സപ്തമി എന്ന പ്രയോഗമാണ്. അങ്ങനെ കൊടുത്തപ്പോൾ, അങ്ങനെയായിരിക്കുന്ന സമയത്തിങ്കൽ എന്നുള്ള ആ സതി സപ്തമിയാണ് ദദുഷി, കൊടുത്തപ്പോൾ എന്ന്. ദദുഷി ദദുട്ട് എന്ന് വരും പ്രഥമാർത്ഥം. ദദിവാൻ, ദദിവാൻ എന്ന് വരും പ്രഥമ, കൊടുത്തവൻ എന്നർത്ഥത്തിൽ. അതിൻ്റെ സപ്തമിയിൽ വരുമ്പോഴാണ് ദദുഷി, കൊടുത്തപ്പോൾ, കൊടുത്തവനായപ്പോൾ എന്ന് വരുന്നത്.
ആര്? രേവത രാജാവ് തൻ്റെ പുത്രിയായ രേവതിയെ ഹലഭൃത്ത് ആരാണ്? ഹലം ധരിച്ചിരിക്കുന്നവൻ, കലപ്പ ആയുധമായിരിക്കുന്നവൻ ബലരാമസ്വാമി. അപ്പം അദ്ദേഹത്തിനായിക്കൊണ്ട് കൊടുത്തപ്പോൾ ദദുഷി സതീ, എന്ത് കാരണമായിട്ട്? വിധിശാസനാത് എന്ന് പറഞ്ഞു. വിധിയുടെ ശാസനം. വിധി എന്നാൽ ബ്രഹ്മദേവൻ. അപ്പം ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം രേവതഭൂഭൃത്ത് അഥവാ രേവത രാജാവ് തൻ്റെ തനയായ രേവതിയെ ഹലഭൃത്തിനായിക്കൊണ്ട്, ബലരാമനായിക്കൊണ്ട് കൊടുത്തതായിട്ടുള്ള സമയത്ത് മഹിതം ഉത്സവഘോഷം അപൂപുഷ, മഹിതമായ ഉത്സവഘോഷം പോഷിപ്പിക്കപ്പെട്ടു. ആര് പോഷിപ്പിച്ചു? ത്വം അപൂപുഷ. ഗുരുവായൂരപ്പനോട് പറയണ മേൽപ്പത്തൂര്. അപൂപുഷ എന്നുള്ളത് ത്വം അപൂപുഷ, അങ്ങ് പുഷ്ടമാക്കി ചെയ്തു, അങ്ങ് കൊഴുപ്പിച്ചു, അടിച്ച് പൊളിച്ചു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോഷിപ്പിച്ചു. ത്വം അപൂപുഷ, ഉത്സവമാക്കി. ഏട്ടന്റെ വിവാഹം ഗംഭീര ഉത്സവമാക്കി എന്നർത്ഥം. മഹിതം ഉത്സവം, ഉത്സവഘോഷം അപൂപുഷ. ആരോട് കൂടെ? സമുദിതൈർ മുദിതൈ സഹ യാദവൈഹി. സമുദിതൈ എന്ന് പറഞ്ഞാൽ മോദത്തോടുകൂടിയ, സന്തോഷത്തോടുകൂടിയവരായ, അല്ല, ആദ്യത്തെ സമുദിതൈ എന്നുള്ളത് സമ്മേളിച്ചവർ, എത്തിച്ചേർന്നവർ, സമുദിത. പിന്നത്തെ മുദിതൈ എന്നുള്ളതാണ് മോദത്തോടുകൂടിയവർ. അപ്പോൾ എത്തിച്ചേർന്നവരും സന്തോഷിച്ചവരും ആയിരിക്കുന്ന യാദവൈഹി സഹ, യാദവന്മാരോടുകൂടെ ജ്യേഷ്ഠന്റെ വിവാഹാഘോഷം അങ്ങ് കൊഴുപ്പിച്ചു. അപൂപുഷ, അങ്ങ് പോഷിപ്പിച്ചു, അങ്ങ് കൊഴുപ്പിച്ചു, ഗംഭീരമാക്കി അല്ലേ ഭഗവാനെ എന്ന് ഗുരുവായൂരപ്പനെ നോക്കി ഏട്ടന്റെ വിവാഹത്തെക്കുറിച്ച് മേൽപ്പത്തൂര് പറഞ്ഞു. അപ്പോൾ എന്താണ് അവിടെ സംഭവം ഉണ്ടായത് എന്ന് വെച്ചാൽ, ബലരാമൻ വിവാഹം കഴിച്ചത് രേവതി എന്ന് പറഞ്ഞൊരു കന്യകയാണ്. ആ രേവതി ആരുടെ മകളാണ്? രേവതഭൂഭൃത്തിൻ്റെ, രേവതൻ എന്ന രാജാവിൻ്റെ. അപ്പോൾ അദ്ദേഹം പഴയ കൃതയുഗം എന്ന് പറഞ്ഞ യുഗത്തിൽ ഈ സൂര്യവംശത്തിലെ, ഇക്ഷ്വാകു വംശത്തിലെ കഗുദ്മി എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു. അദ്ദേഹം നല്ല പ്രഗത്ഭനായിരുന്നു. ദേവലോകത്തോ ബ്രഹ്മലോകത്തോ ഒക്കെ ഈസി ആയിട്ട് പോകാൻ എന്താ പറയുക, ലൈസൻസ് ഉള്ള ഒരാളായിരുന്നു. നമ്മുടെ ശന്തനു മഹാഭിഷക്ക് എന്ന് പറഞ്ഞൊരു ഇക്ഷ്വാകു വംശ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ബ്രഹ്മലോകത്ത് പോയപ്പോഴാണ് ഗംഗയെ കണ്ട് മോഹിച്ചതും ശപിക്കപ്പെട്ടതും ശന്തനുവായതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഈ രേവത രാജാവ്, കഗുദ്മി എന്ന പേരുള്ള രേവത രാജാവ് ബ്രഹ്മലോകത്ത് വരെ പോകാൻ ലൈസൻസ് ഉള്ള ആളായിരുന്നു, വിസയൊക്കെയുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകള് അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവളാണ്. അപ്പം മകളെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് ആലോചനയുണ്ടായി. അപ്പോൾ ബ്രഹ്മദേവനോട് തന്നെ ചെന്ന് ചോദിക്കാം, കൺസൾട്ടൻസി, ആരാണ് ഇവൾക്ക് അങ്ങ് തെരഞ്ഞു വെച്ചിരിക്കണം വെച്ചാൽ, എല്ലാം വിധിയാണല്ലോ കൽപ്പിക്കുന്നത്. ആർക്കാണ് ആരോട് ചേർക്കണമെന്നൊക്കെ ഈശ്വര നിശ്ചയമാണല്ലോ. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാൾ ബ്രഹ്മദേവനാണല്ലോ. തലയിൽ എഴുതുന്നതും പരസ്പരം കൂട്ടിവെക്കുന്നതും, ഇന്നാർക്ക് ഇന്നാറെன்று എഴുതി വൈത്താനേ ദേവനன்று എന്നൊക്കെ പാട്ട് പാടുന്നില്ലേ, ഇന്നവർക്ക് ഇന്നവരെന്ന്. അത് ആരാണ് കൂട്ടി വെച്ചിരിക്കുന്നത്, ആരെയാണ് വിവാഹം കഴിക്കേണ്ടത്, ആരുമായി ചേർന്നാൽ നല്ല ജീവിതം, കുടുംബജീവിതം ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ക്ഷേമമുണ്ടാകും, ഡൈവോഴ്സ് ഇല്ലാതിരിക്കും അല്ലേ, അതൊക്കെ നോക്കണമല്ലോ. അതിനാണ് നമ്മൾ ജാതകം നോക്കുന്ന പരിപാടി. പണ്ടൊക്കെ ജാതകം നോക്കിയിരുന്നത് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജാതകം നോക്കുന്നതിന് പകരം നമ്മളിപ്പോൾ എന്താ പറയുക, ജാതക പൊരുത്തം നോക്കാൻ ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം മൂപ്പര് കേമനായതുകൊണ്ട്, കഗുദ്മി രേവതൻ കേമനായതുകൊണ്ട് നേരെ ഏറ്റവും വലിയ എന്താ പറയുക ജ്യോതിഷ പണ്ഡിതൻ, എല്ലാം എഴുതി വെക്കുന്ന സർവജ്ഞനായിട്ടുള്ള ബ്രഹ്മദേവന്റെ അടുത്തേക്ക് എന്നെ കൺസൾട്ടൻസിക്ക് പോയി, എൻ്റെ മകൾക്ക് പറ്റിയ വരൻ ആരാണ് എന്ന് അന്വേഷിക്കാൻ. അപ്പോൾ ഇദ്ദേഹം അവിടെ ബ്രഹ്മസഭയിലേക്ക് ചെന്നപ്പോൾ ആ സഭയിൽ ഒരു സംഗീത പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഗന്ധർവ സംഗീതം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, വീണ വായനയും ഒക്കെ ആയിട്ട്. എല്ലാ ദേവന്മാരും
സരസ്വതി ദേവിയും ഒക്കെ ആയിട്ടൊരു വലിയ സഭയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോയിൻമെൻ്റ് കിട്ടാൻ. കുറച്ചു നേരം കാത്തു നിൽക്കേണ്ടി വന്നു ബ്രഹ്മലോകത്ത് ചെന്നിട്ട് ആ സഭ കഴിയുന്നത് വരെ. നല്ല ബ്രഹ്മാവിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സംഗീത പരിപാടി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്ന് വന്ന കാര്യം അവതരിപ്പിച്ചു. അതെ, ഞാൻ വന്നത് ഒരു അത്യാവശ്യമായിട്ടാണ്. എൻ്റെ മകൾ രേവതി സുന്ദരിയാണ്, എല്ലാ യോഗ്യതകളും തികഞ്ഞവളാണ്. അപ്പോൾ അവളെ ഞാൻ ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടതെന്ന് അങ്ങയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ബ്രഹ്മദേവൻ ചിരിച്ചു. എന്താ കാരണം വെച്ചാൽ ഇദ്ദേഹം ഭൂമിയിൽ നിന്ന് ബ്രഹ്മലോകത്ത് വന്ന് ഇവിടെ ഒരു സംഗീത പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും ബ്രഹ്മലോകത്തിലെ ഓരോ നിമിഷവും ഭൂമിയിൽ എത്രയോ യുഗങ്ങൾ കഴിഞ്ഞു പോകും. ഭൂമിയിൽ എത്രയോ കാലങ്ങൾ കഴിഞ്ഞു പോകും, വർഷങ്ങളും യുഗങ്ങളും കഴിഞ്ഞു പോകും. അവിടെ ചെറിയ നേരമായിരിക്കും, പക്ഷെ ഇവിടെ അത് വലിയ കാലം കടന്നുപോയി. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ, അങ്ങ് ഭൂമിയിൽ നിന്ന് പോന്നിട്ട് കുറച്ച് കാലങ്ങളായി. അങ്ങ് തിരിച്ചു ചെല്ലുമ്പോൾ അങ്ങയുടെ പഴയ ആൾക്കാരൊന്നും അവിടെ കാണില്ല കേട്ടോ. അങ്ങ് ആരെ വിചാരിച്ചിട്ട് വന്നോ അവരൊന്നും പൊടി പോലും ഉണ്ടാവില്ല. അവരുടെ തലമുറകൾ തന്നെ എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങേക്ക് ആരെയും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങ് ചെല്ലുമ്പോഴേക്കും ഭൂമിയിൽ ദ്വാപരയുഗമായിട്ടുണ്ടാവും. അപ്പോൾ കൃതയുഗത്തിലാണ് പോയത് ഓർമ്മിക്കുക. അത് കഴിഞ്ഞിട്ട് ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലമായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലമാകും അങ്ങ് ഭൂമിയിലേക്ക് എത്തുമ്പോഴേക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അങ്ങയുടെ മകൾക്ക് പറ്റിയ ഒരാളുണ്ട്. സാക്ഷാൽ ആദിശേഷൻ്റെ അംശമായിട്ട് യാദവകുലത്തിൽ വസുദേവപുത്രനായി ബലരാമൻ എന്ന പേരിൽ ഒരു മഹാത്മാവുണ്ട്. അദ്ദേഹത്തിന് കൊടുത്തോളൂ അങ്ങയുടെ മകളെ. അദ്ദേഹത്തിനുള്ളതാണ് അങ്ങയുടെ മകള്. സാക്ഷാൽ ആദിശേഷനാണ്, അനന്തനാണ്. അദ്ദേഹത്തെ പോലെ യോഗ്യനായിട്ട് വേറൊരാളില്ല അങ്ങയുടെ മകളെ വിവാഹം കഴിക്കാൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി. എന്താ വെച്ചാൽ എൻ്റെ മകൾക്ക് വയസ്സാവില്ലേ അപ്പോഴേക്കും? 2 യുഗങ്ങൾ കഴിഞ്ഞിട്ട് ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്ത് ജനിച്ച ബലരാമസ്വാമിയുമായിട്ട് വയസ്സുകൊണ്ട് ചേരുമോ? മൂക്കിൽ പല്ല് മുളച്ചിട്ടുണ്ടാവില്ലേ താൻ താഴേക്ക് ചെല്ലുമ്പോഴേക്കും തൻ്റെ മകൾക്ക്? പേടിയായി. അപ്പോൾ ബ്രഹ്മദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കേണ്ട, എൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾ എന്നും കന്യകയായിട്ടിരിക്കുന്നുണ്ടാവും. അവൾ ചെറുപ്പമായിട്ട് കുട്ടിയായിട്ട് തന്നെ കന്യകയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും. അങ്ങ് ചെന്നോളൂ, എന്നിട്ട് മകളെ ബലരാമസ്വാമിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് അങ്ങ് തപസ്സിന് പൊക്കോളൂ. വേറൊന്നും അങ്ങേക്ക് ചെയ്യാനില്ല. കാരണം അങ്ങയുടെ പരിചിതരായിട്ടുള്ള ആരും ആ ലോകത്തിലുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങയുടെ കാര്യം നോക്കിക്കോളൂ, മകളെ ഭദ്രമായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചോളൂ, തപസ്സിന് പൊക്കോളൂ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ അനുഗ്രഹിച്ചു. അങ്ങനെ ഭൂമിയിലേക്ക് തിരിച്ചു വന്ന ഈ കകുദ്മി ഇദ്ദേഹം നമ്മുടെ രേവത രാജാവ് നേരെ വന്നപ്പോൾ തൻ്റെ പരിചിതരായിട്ടുള്ള ആളുകളെ ആരെയും കാണാനില്ല. ആരോടെങ്കിലും തന്നെക്കുറിച്ച് ചോദിച്ചാൽ അറിയുന്ന പോലുമില്ല. നിങ്ങൾക്ക് എന്നെ അറിയോ? ഞാൻ ഇക്ഷ്വാകു വംശത്തിലെ കകുദ്മി എന്ന പ്രശസ്തനായ രേവത രാജാവാണ് എന്നൊക്കെ പലരോടും പറഞ്ഞു നോക്കി. ആർക്കും പൊടി പോലുമില്ല, ചരിത്രം പോലും അറിയില്ല ആർക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞു. അത്രയും കാലം കഴിഞ്ഞു. 2 യുഗങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞു. കൃതയുഗവും ത്രേതായുഗവും പൂർണ്ണമായും കഴിഞ്ഞു. ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലമായി. അപ്പോൾ ആർക്കും ഇദ്ദേഹത്തെ അറിയുന്ന പോലുമില്ല. പിന്നെ അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിച്ചു തൻ്റെ പ്രതിശ്രുത മരുമകനെ, വരനെ. അങ്ങനെ ദ്വാരകാപുരിയിൽ വന്ന് ബലരാമസ്വാമിയെ കണ്ടുപിടിച്ച് തൻ്റെ മകളെ ബ്രഹ്മദേവൻ പറഞ്ഞതാണ് അങ്ങ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ ഭഗവാൻ കൊഴുപ്പിച്ചു എന്ന് പറഞ്ഞത്. ഭഗവാൻ തൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹം ഗംഭീരമാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ കകുദ്മിക്ക് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹം നേരെ വനത്തിൽ ചെന്ന് തപസ് ചെയ്ത് അദ്ദേഹം മുക്തനായി തീർന്നു എന്ന് ഈ കകുദ്മിയുടെ കഥ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധത്തിലാണ്. ഈ പറഞ്ഞ സൂര്യ സോമ വംശങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ, ആ സൂര്യവംശം വർണ്ണിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ കകുദ്മിയുടെ കഥ പറയുന്നത്. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ബലരാമസ്വാമി വിവാഹം കഴിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. ഒരു ശ്ലോകത്തിലോ മറ്റെയാ പറയണത് രേവതിയെ വിവാഹം കഴിച്ചു എന്ന് മാത്രം പറയും. അപ്പോൾ ഈ കഥകളുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കിടക്കുന്നത് നവമസ്കന്ധത്തിൽ ഏകദേശം 5-ാം അധ്യായമോ 6-ാം അധ്യായമോ അവിടെ എവിടെയാണ് കിടക്കുന്നത്. അംബരീഷ ചരിതം കഴിഞ്ഞതിന് ശേഷം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം
ഈ ബലരാമസ്വാമിയുടെ ഭാര്യയ്ക്ക് ഉണ്ട്. ഏതാനും യുഗങ്ങൾ ഒന്നിച്ച് ജീവിച്ച ഒരു മഹതിയാണ് രേവതി. കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മാർക്കണ്ഡേയ മഹർഷിയെ പോലെ വലിയൊരു ചിരഞ്ജീവിയായിട്ടുള്ളൊരു ദേവിയാണ് രേവതി ദേവി. ആ ദേവിയെ ബലരാമസ്വാമി വിവാഹം കഴിച്ചു. വിവാഹം ഗംഭീരമാക്കി കൊഴുപ്പിച്ചു. ദദുഷിരേവതഭൂഭൃതിരേവതീം ഹലഭൃതേ തനയാം വിധിശാസനാത്. വിധിശാസനാത് രേവതഭൂഭൃതി തനയാം രേവതീം ഹലഭൃതേ ദദുഷി സതി. അങ്ങനെ കൊടുക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ മഹിതമുത്സവഘോഷമപൂപുഷ സമുദിതൈർമുദിതൈ സഹയാദവൈ. അങ്ങ് സമുദിതൈർ മുദിതൈ യാദവൈ സഹ, അവിടെ സമ്മേളിച്ചതായിട്ടുള്ള സന്തോഷിച്ചവരായ യാദവന്മാരോടുകൂടെ മഹിതം ഉത്സവഘോഷം അപൂപുഷ, മഹത്തായ ഉത്സവഘോഷത്തെ കൊഴുപ്പിച്ചു, പോഷിപ്പിച്ചു, ഗംഭീരമാക്കി. ജ്യേഷ്ഠന്റെ വിവാഹം കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ട് നടന്നു എന്ന് രണ്ടാമത്തെ ശ്ലോകം. ഇനി വേറൊരു ചരിത്രത്തിലേക്ക് ട്രാക്ക് മാറുന്നു, ഭഗവാന്റെ വിവാഹ കഥയിലേക്ക്, രുക്മിണി സ്വയംവരത്തിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അധാന്ന് നല്ലൊരു മംഗളവാചിയായിട്ട് ആരംഭിച്ചു. അധശബ്ദം മംഗളശബ്ദമാണ്, അതിലൂടെ ആരംഭിക്കുന്നു. അധവിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദരഃ സ്വയമതിൽ സദചേതി മഹീഭുജേ സ്വതമസാ തമസാതുമുപാശ്രയൻ. അധവിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദരഃ സ്വയമതിൽ സദചേതി മഹീഭുജേ സ്വതമസാ തമസാതുമുപാശ്രയൻ. ഈ ദശകം മുഴുവൻ അവസാനത്തെ വരിയിൽ ഒരു രസകരമായ പ്രയോഗമുണ്ട്. പ്രാസം എന്താണ്? ആദ്യത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്ന അക്ഷരങ്ങളിലെ 3 അക്ഷരങ്ങൾ അടുത്ത വാക്കിൻ്റെ ആദ്യ അക്ഷരങ്ങളാക്കി മാറ്റിക്കൊണ്ട്. ഇപ്പം നോക്കൂ, ഒന്നാമത്തെ ശ്ലോകത്തിൽ നവപുരം, അപ്പം അതിൽ വപുരം എന്ന 3 അക്ഷരങ്ങളെ വപുര വപുരം എന്ന് തന്നെ വരും. വപുരഞ്ജിത എന്ന് പറയുമ്പോൾ വപുരംജിത, വപുരം 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 ആവർത്തിച്ചു. അടുത്തതിൽ സമുദിതൈർ മുദിതൈ, അപ്പം അതിൽ സാ മാറ്റിക്കളഞ്ഞാൽ മുദിതൈ മുദിതൈ പ്രാസമായി. ഇവിടെ സ്വതമസ തമസ, സ്വ മാറ്റിക്കഴിഞ്ഞാൽ തമസ തമസ, 2 തമസ ആവർത്തിച്ച് വരുന്നു. അർത്ഥം വ്യത്യസ്തങ്ങളായ പദങ്ങളാണ്, പക്ഷേ പ്രാസം ഒപ്പിച്ചുകൊണ്ട് അടുത്തടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ്. സ്വതമസ തമസ. അടുത്ത ശ്ലോകത്തിലും കാണാം സ്വകഥനം കഥനം കഥനം കഥനം. അപ്പോൾ അങ്ങനെ എല്ലാ ശ്ലോകങ്ങളിലും അവസാനത്തെ വരിയിൽ ഈ പറഞ്ഞ 3 അക്ഷരങ്ങളുടെ ആവർത്തനം തുടർച്ചയായിട്ട് കാണാം. ഭവതാ ഭവതാ, ഹിതയാ ഹിതയാ, ജഗതേ ജഗതേ, ഹൃദയം ഹൃദയം. ഏത് ശ്ലോകത്തിൽ നോക്കിക്കോളൂ. ദയിതാം ദയിതാം, തനുതാം തനുതാം. ആദ്യത്തെ ഒരു അക്ഷരത്തെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നത്തെ 3 അക്ഷരങ്ങളും പിന്നത്തെ 3 അക്ഷരങ്ങളും സെയിം. അങ്ങനെ ഓരോരോ പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് ഈ ദ്രുതവിളംബിത വൃത്തത്തിലൂടെ മേൽപ്പത്തൂർ കളിക്കുന്നത്. മൂപ്പർക്ക് എല്ലാ കളിയും കളിക്കാൻ വഴങ്ങും. ഈ സംസ്കൃത വ്യാകരണത്തിലും കാവ്യത്തിലും സകല കലാവല്ലഭനാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ കാവ്യ എന്താ പറയുക ചാതുര്യം, കവന ചാതുര്യം എന്നൊക്കെ പറയില്ലേ, കവനം ചെയ്യുന്നതിലുള്ള സാമർഥ്യം, അത് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. നല്ല മെയ്വഴക്കമാണ് അദ്ദേഹത്തിന് എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ അധ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദരഃ സ്വയം അതിൽ സദചേതി മഹീഭുജേ സ്വതമസാ തം അസാധും ഉപാശ്രയൻ.
അത അനന്തരം വിദർഭസുതാം രുക്മിണീം, വിദർഭസുതയായ രുക്മിണിയെ പ്രണയിനീം ത്വയി ദേവ, ഹേ ദേവ ഗുരുവായൂരപ്പ, ലീലകൾ ചെയ്യുന്നവനെ ഗുരുവായൂരപ്പ, ത്വയി പ്രണയിനീം, അങ്ങയിൽ പ്രണയിനിയായ രുക്മിണിയെ, സഹോദര, അവളുടെ സഹോദരൻ രുക്മി എന്ന പേരുള്ള ജ്യേഷ്ഠ സഹോദരൻ, സ്വയം അതിൽ സത ചേതി മഹീഭുജേ, സ്വയം അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം രുക്മിണിയുടെ സമ്മതം ചോദിക്കാതെ സ്വയം അതിൽ സത ദാനം ചെയ്തു, വാഗ്ദാനം ചെയ്തു, കൊടുക്കുവാൻ ഇച്ഛിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ സത ആർക്കായിക്കൊണ്ട്? ചേതി മഹീഭുജേ, ചേതി രാജാവിന്, മഹീബുക്ക് എന്ന് പറഞ്ഞാൽ രാജാവാണ്, മഹീഭുജേ എന്നുള്ളത് ചതുർത്ഥിയാണ്, രാജാവിനായിക്കൊണ്ട്, മഹീബുക്കിനായിക്കൊണ്ട്, മഹീഭുജേ. ഏത് രാജാവാണ്? ചേതി രാജാവാണ്, ചേതി ദേശത്തിൻ്റെ രാജാവാണ് ശിശുപാലൻ. അപ്പോൾ ചേതി മഹീഭുജേ സ്വയം അതിൽ സത, സ്വയം വാഗ്ദാനം ചെയ്തു. എന്തുകൊണ്ട്? സ്വതമസ, ആരുടെ? ശിശുപാലൻ അല്ല, രുക്മിയുടെ സ്വതമസ, സ്വന്തം തമോ ഗുണം കൊണ്ട്, തൻ്റെ തമോ ഗുണത്തിൻ്റെ ആധിക്യം, തൻ്റെ അറിവില്ലായ്മ കൊണ്ട്, തൻ്റെ മൂടത്തരം കൊണ്ട്, സ്വതമസ തം അസാധും ഉപാശ്രയൻ. അവിടെ തം അസാധും എന്ന് രണ്ട് പദങ്ങൾ കൂട്ടിയിട്ടാണ് തമസാധും എന്നായത്. തം അവനെ എന്നാണ്, അസാധും ആ ദുഷ്ടനെ. ഏത് ദുഷ്ടനെ? ശിശുപാലൻ എന്ന ദുഷ്ടനെ ഉപാശ്രയൻ, അവനെ ആശ്രയിച്ചുകൊണ്ട്, അവനോട് ചേർന്നുകൊണ്ട്, ദുഷ്ടനായ അവനോട് കൂട്ടുകൂടിക്കൊണ്ട്, ആ ദുഷ്ടനായ ശിശുപാലന് കൊടുക്കാനായിക്കൊണ്ട് ഈ സഹോദരനായ രുക്മി തീരുമാനിച്ചു, രുക്മിണിയുടെ സമ്മതം കൂടാതെ. രുക്മിണിയാണെങ്കിലോ അങ്ങയിൽ പ്രണയിനിയാണ്, പ്രണയിനിയും ത്വയി. അപ്പം ഇതാണ് ശ്ലോകത്തിലെ വാക്കുകളുടെ അർത്ഥം. എത്ര പിടികിട്ടി, എന്ത് പിടികിട്ടി? കഥകൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളവർക്ക് ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒന്നും പിടികിട്ടില്ല. എന്തൊക്കെയാ പിച്ചമ്പേയും പറയണമെന്ന് ചോദിക്കും. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ വിദർഭ എന്നതായിട്ടുള്ള ദേശത്തിലെ രാജാവാണ് ഭീഷ്മകൻ എന്ന രാജാവ്. ആ ഭീഷ്മകന് 5 ആൺമക്കളും അവസാനം 6ാമതായിട്ട് ഒരു അരുമ പെൺകുട്ടിയും. അതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. ഭീഷ്മ രാജാവിന് 5 ആൺമക്കൾ. അവർക്ക് ഓരോരുത്തർക്കും പേരാരംഭിക്കുന്നത് രുക്മ 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 ശബ്ദത്തിലാണ്. അപ്പോൾ മൂത്ത മകന് രുക്മി, പിന്നെ മറ്റ് അനുജന്മാർക്കൊക്കെ ആ രുക്മ ശബ്ദത്തിൽ ആരംഭിക്കുന്ന പേരുകളാണ് 5 പേർക്കും. രുക്മമാലി, രുക്മാംഗതൻ, അങ്ങനെ എന്തൊക്കെയോ പേരുകളാണ്. അവസാനം സഹോദരിക്ക്, അനിയത്തിക്ക് രുക്മിണി എന്നും പേര്. അപ്പോൾ ഒക്കെ സ്വർണത്തോട് ബന്ധപ്പെട്ടതാണ്. രുക്മം എന്നാൽ സ്വർണത്തോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും സ്വർണം പോലെ ശോഭിക്കുന്നവരായിരിക്കും. അപ്പോൾ എന്തായാലും ആ വിദർഭസുതയായ രുക്മിണിയെ എന്ന് പറഞ്ഞല്ലോ, വിദർഭ രാജാവിൻ്റെ പുത്രിയായ രാജകുമാരിയായ ഭീഷ്മക കന്യക, ഭീഷ്മകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ എന്താണ് വിദർഭദേശത്തിൻ്റെ രാജാവിൻ്റെ. അപ്പോൾ അവരുടെ തലസ്ഥാനത്തിൻ്റെ പേര്, രാജധാനിയുടെ പേര് കുണ്ടിനം എന്നാണ്. വിദർഭം എന്നത് ദേശത്തിൻ്റെ പേരും, ഇപ്പം നമ്മുടെ കേരളം തലസ്ഥാനം തിരുവനന്തപുരം എന്നതുപോലെ തലസ്ഥാനത്തിൻ്റെ പേര് കുണ്ടിനം. അങ്ങനെ കുണ്ടിനം രാജധാനിയിൽ കഴിയുന്നവരാണ് ഇവർ. അപ്പോൾ ഈ രാജാവ് വളരെ സാത്വികനാണ്. ഭീഷ്മക രാജാവ് മഹാനാണ്. അദ്ദേഹത്തിന് ധാരാളം മഹാത്മാക്കളുമായിട്ട് നിരന്തര സമ്പർക്കമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ധാരാളം സജ്ജനങ്ങൾ, ഋഷിമുനിമാർ, ബ്രാഹ്മണരൊക്കെ വന്ന് അദ്ദേഹം അവരെ അതിഥികളായി താമസിപ്പിക്കും, സൽക്കരിക്കും. അപ്പോൾ കൂട്ടത്തിൽ ഇളയ മകള് അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ രുക്മിണിക്ക് ബാല്യത്തിൽ തന്നെ ധാരാളം സത്സംഗം കിട്ടി, സജ്ജനങ്ങളെ സേവിക്കുവാനുള്ള അവസരം കിട്ടി.
തൻ്റെ ഗൃഹത്തിൽ വരുന്ന അച്ഛനെ കാണാൻ വരുന്ന മഹാത്മാക്കളെയൊക്കെ ശുശ്രൂഷിക്കാനും അവരുടെ അടുത്തൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കാനും ആ രുക്മിണിക്ക് സാധിച്ചു. അങ്ങനെ അവിടെ വരുന്നവരൊക്കെ ഈ ഭീഷ്മക രാജാവിനോട് ഈശ്വരൻ്റെ കഥകളും അതുപോലെ തന്നെ നാരദ മഹർഷി വന്നാൽ പർട്ടിക്കുലറായിട്ട് വൃന്ദാവനത്തിലും ഗോകുലത്തിലുമൊക്കെ വളരുന്ന കൃഷ്ണനെക്കുറിച്ചും മധുരാപുരിയിൽ വളരുന്ന കൃഷ്ണനെക്കുറിച്ചും പിന്നീട് ദ്വാരകയിലേക്ക് എത്തിച്ചേർന്ന കൃഷ്ണനെക്കുറിച്ചും, അപ്പോൾ കൃഷ്ണൻ്റെ ലീലകൾ, ഭഗവാന്റെ ലീലകളെക്കുറിച്ച് നാരദൻ പ്രത്യേകമായിട്ടും വർണ്ണിക്കും. കാരണം നാരദന് ഈ രുക്മിണിയെ വലിയ ഇഷ്ടമാണ്. നാരദൻ ത്രികാലജ്ഞാനിയല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ആരോട് ചേരണം എന്നൊക്കെ. അപ്പോൾ ഈ കുട്ടിക്ക് ഭഗവാനുമായിട്ട് ചർച്ചയുണ്ടാവണം, ഇത് ലക്ഷ്മി ദേവിയുടെ അംശമാണെന്നൊക്കെ നാരദനെ പോലൊരു മഹാത്മാവിന് അറിയാതിരിക്കുമോ? അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ഭഗവാനുമായിട്ടുള്ള ചർച്ച ഈ രുക്മിണിക്ക് ഉണ്ടാവണം എന്ന് കരുതി ബാല്യത്തിൽ തന്നെ നാരദൻ ധാരാളം കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം അത് കേട്ട് ഈ രുക്മിണിയുടെ മനസ്സിൽ ഭഗവാൻ ചിരപ്രതിഷ്ഠിതനായി. ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമം വർദ്ധിച്ചു വന്നു. ഓരോ പ്രാവശ്യം നാരദ മഹർഷി വരുമ്പോഴും നാരദ മഹർഷിയോട് എന്താ പറയുക, സ്നേഹപൂർവം കഥകൾ ചോദിച്ച് മനസ്സിലാക്കാനും ഭഗവാനെക്കുറിച്ച് കേൾക്കാനും താല്പര്യം പ്രകടിപ്പിച്ചത് രുക്മിണി തന്നെയായിട്ടുണ്ടാവും. അങ്ങനെ ഭഗവാന്റെ കഥകൾ കൂടുതൽ കേട്ട് ഭഗവാനോടുള്ള പ്രേമം തീവ്രമായി. വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ വാസുദേവനുമായിട്ട്, ശ്രീകൃഷ്ണനുമായിട്ടേ തനിക്ക് ഈ ജന്മത്തിലൊരു വിവാഹമുള്ളൂ എന്ന് ആ രുക്മിണി ദേവി നിശ്ചയിച്ചു തൻ്റെ മനസ്സിൽ. ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അച്ഛന് ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ കുട്ടിയുടെ കൗതുകം കേട്ടിട്ട്. എപ്പോഴും നാരദൻ വരുമ്പോൾ വിശേഷമായിട്ട് ഇപ്പോഴെന്താ വിശേഷം ദ്വാരകയിൽ, അല്ലെങ്കിൽ ഇപ്പോഴെന്താ വിശേഷം മധുരാപുരിയിൽ, ഗോകുലത്തിൽ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് കേൾക്കുമ്പോൾ, ഈ കുട്ടിയുടെ ഉത്സാഹം കേൾക്കുമ്പോൾ എന്തായാലും ഭീഷ്മകർക്ക് മനസ്സിലായിട്ടുണ്ട് തൻ്റെ മകൾക്ക് കൃഷ്ണനോട് പ്രേമമാണ് എന്ന്. ഏതച്ഛനും അത് മനസ്സിലാക്കും അല്ലേ? കാളവാല് പൊക്കണ കണ്ടാൽ ആർക്കും അറിയാലോ. അപ്പം എന്തായാലും അച്ഛനത് സമ്മതമായിരുന്നു. അച്ഛന് യാതൊരു വിരോധവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മഹാത്മാവായതുകൊണ്ട് അദ്ദേഹത്തിന് കൃഷ്ണനെ വലിയ ബഹുമാനമായിരുന്നു. കൃഷ്ണനെ മരുമകനായിട്ട് കിട്ടണമെന്ന് അദ്ദേഹത്തിനും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ 5 ആൺമക്കൾ തലതിരിഞ്ഞവരായിരുന്നു. അവരുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ ഈ മുമ്പേ ഇന്നലെയൊക്കെ പറഞ്ഞ ജരാസന്ധൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ, സാൽവൻ, ദുര്യോധനൻ, കർണൻ മുതലായിട്ടുള്ള സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള അല്ലെങ്കിൽ ദേശവിരുദ്ധരായിട്ടുള്ള അധാർമികന്മാരായിട്ടുള്ള ആളുകളുമായിട്ടാണ്, ദുഷ്ടന്മാരുമായിട്ടാണ് കൂട്ടുകെട്ട് നമ്മുടെ രുക്മി മുതലായിട്ടുള്ള ഈ രുക്മിണിയുടെ സഹോദരന്മാർക്ക്. അവരെപ്പോഴും ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ പോയി ഈ സത്സംഗത്തിലൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അവരുടെ കൂട്ടുകെട്ടിൽ ഈ ശിശുപാലനെക്കുറിച്ച് വലിയ മതിപ്പ് ആർക്ക്? രുക്മി എന്ന് പറഞ്ഞ സഹോദരൻ. അപ്പോൾ തൻ്റെ സഹോദരിയെ ശിശുപാലന്, ചേതി രാജാവായിട്ടുള്ള ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ജ്യേഷ്ഠനായിട്ടുള്ള രുക്മി തീരുമാനിച്ച് സ്വയം വാക്കുകൊടുത്തു. ആരോടും ചോദിക്കാതെ, അച്ഛനോടോ അമ്മയോടോ പോലും ചോദിക്കാതെ, രുക്മിണിയുടെ സമ്മതം ചോദിക്കാതെ, കാര്യക്കാരനായിട്ടുള്ള, കാര്യസ്ഥനായിട്ടുള്ള, അപ്പോഴേക്കും വളർന്ന വലിയ ആളായല്ലോ രുക്മിയൊക്കെ, ഒരു യുവരാജാവാണ് അവിടുത്തെ. അപ്പോൾ അദ്ദേഹം സ്വയം തൻ്റെ സഹോദരിയെ ശിശുപാലന് വാക്കുകൊടുത്തു. അതാണ് ത്വയി പ്രണയിനിയും സഹോദര ചേതി മഹീഭുജെ സ്വയം അതിൽ സദാ. അങ്ങയിൽ പ്രണയിനിയായ രുക്മിണി ദേവിയെ സഹോദരനായിട്ടുള്ള രുക്മി ചേതി മഹീബുക്കിനായിക്കൊണ്ട്, ചേതി രാജാവായ ശിശുപാലനായിക്കൊണ്ട് സ്വയം അതിൽ സദ തന്നിഷ്ടപ്രകാരം ദാനം ചെയ്തു, വാഗ്ദാനം ചെയ്തു. സ്വതമസ, തൻ്റെ അജ്ഞാനം കൊണ്ട്, തൻ്റെ മൗഢ്യം കൊണ്ട്, തം അസാധും ഉപാശ്രയൻ, ആ ദുഷ്ടനെ ആശ്രയിച്ചുകൊണ്ട്, അവനുമായി കൂട്ടുകൂടിക്കൊണ്ട്. അപ്പോൾ കൃഷ്ണനെ ഒട്ടും ഇഷ്ടമല്ല രുക്മിക്ക്. ഇവരുമായിട്ട് കൂട്ടുകൂടിയതുകൊണ്ട് അവരൊക്കെ പരിഹസിക്കുന്ന ആളാണ് കൃഷ്ണൻ. എല്ലാവർക്കും പരിഹാസപാത്രമാണ് കൃഷ്ണൻ. അവർ കൂട്ടുകൂടി കഴിയുമ്പോൾ എന്തെങ്കിലും സംസാരം കൃഷ്ണനെ കുറിച്ചുണ്ടായാൽ കൃഷ്ണൻ വെണ്ണ കെട്ട് നടന്നതും സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിച്ചതും ഇതൊക്കെ പറഞ്ഞ് പരിഹസിക്കുക, അതാണ് അവരുടെ തൊഴിൽ. അല്ല, കൃഷ്ണനെ ഒരു രാജാവായിട്ടോ രാജകുമാരനായിട്ടോ ഒരു മഹാനായിട്ടോ ഒന്നും ഇവർ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഏറ്റവും അസൂയയും കുനിഷ്ടും കൃഷ്ണനെക്കുറിച്ച് ഇവർക്ക് നല്ലോണം ഉണ്ട്.
അപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തലാണ് പണി. നമ്മുടെ ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാരൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തും പോലെ എല്ലാവർക്കും എന്തിനും ഏതിനും മോദിജിയെ കുറ്റപ്പെടുത്തിയാലല്ലേ സമാധാനമാവുള്ളൂ. അതുപോലെ എന്ന് പറയാം. എല്ലാ കാലത്തും ഉണ്ട് അതുപോലെയുള്ള ആൾക്കാർ എന്ന്. അങ്ങനെ വിവാഹം നിശ്ചയിച്ചു. അപ്പോൾ രുക്മിണിയുടെ മനസ്സിലാണെങ്കിൽ എപ്പോഴും കൃഷ്ണൻ തന്നെയുള്ളൂ, കൃഷ്ണനല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കില്ല എന്നുള്ള നിശ്ചയമാണ്. അപ്പോഴാണ് ഇവിടെ ഗൃഹത്തിലെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. പന്തലുകൾ ഉയരുന്നു, യാഗശാലകൾ ഉയരുന്നു, അതിഥി മന്ദിരങ്ങളൊക്കെ പെയിന്റ് അടിക്കുന്നു, ചുണ്ണാമ്പടിക്കുന്നു, അല്ലേ, എല്ലാം വൃത്തിയാക്കുന്നു. അതിഥികളൊക്കെ വന്ന് താമസിക്കാൻ വേണ്ട ഫർണിച്ചറുകളൊക്കെ ഒരുക്കുന്നു, എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രുക്മിണി എന്താ ഇവിടെ വിശേഷം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആരൊക്കെയോ തോഴിമാരാരൊക്കെയോ പറഞ്ഞു കൊടുത്തത് ദേവിയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ കേട്ടപ്പോൾ സന്തോഷിച്ചു, തൻ്റെ ഇഷ്ടപ്രകാരം ആയിരിക്കുന്നു. അന്വേഷിച്ചു ആരുമായിട്ടാണ് എന്ന്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ശ്രീകൃഷ്ണനുമായിട്ടല്ല, നിന്റെ ഇഷ്ടത്തിനുള്ള വിവാഹമല്ല, ജ്യേഷ്ഠനായിട്ടുള്ള രുക്മി തീരുമാനിച്ചിരിക്കുകയാണ് ശിശുപാലന് കൊടുക്കാനായിക്കൊണ്ട്. ഇത് കേട്ടതും ദേവി തളർന്നു. മോഹാത്സ്യം വരുമ്പോലെയായി, ഹാർട്ട് അറ്റാക്ക് വരുമ്പോലെയായി. ദേവിക്ക് തകർന്നുപോയി. തൻ്റെ ഇഷ്ടമല്ല നടക്കാൻ പോകുന്നത്, അതിന് വിരുദ്ധമായിട്ട് ദുഷ്ടനായിട്ടുള്ള ശിശുപാലനുമായിട്ടാണ് തൻ്റെ വിവാഹം ജ്യേഷ്ഠൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് കേട്ടതോടുകൂടി ഈ വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന് ദേവി മനസ്സിൽ കരുതി. താൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനെ മാത്രമേ കഴിക്കുള്ളൂ. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആലോചനയായി. അപ്പോൾ എന്നും അവിടെ കുടുംബക്ഷേത്രം, പരദേവതാ ക്ഷേത്രം, ദേവീ ക്ഷേത്രത്തിൽ പോകുന്നവളാണ് ദേവി. അങ്ങനെ ദേവി ആ ജഗദംബിക രുക്മിണി ദേവിക്ക് അനുഗ്രഹം കൊടുത്തിട്ട് ഒരു ദൂതനെ കൊടുത്തു. അവിടുത്തെ തന്നെ പൂജാരി തന്നെ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, മഹാത്മാക്കൾ സുന്ദര ബ്രാഹ്മണൻ എന്ന് അദ്ദേഹത്തെ പേര് വിളിക്കും. പേരൊന്നും ഭാഗവതത്തിലും നാരായണീയത്തിലൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളിട്ട പേരാണ് സുന്ദര ബ്രാഹ്മണൻ എന്ന്. ആ ബ്രാഹ്മണനെ ദേവിക്ക് കൂട്ടിക്കൊടുത്തു. എന്ന് വെച്ചാൽ ദേവിയുടെ രുക്മിണിയുടെ സങ്കടം അമ്മയോട് ചെന്ന് പറയുമ്പോൾ, ജഗദംബികയോട് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പൂജാരി കേട്ടു. വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ അദ്ദേഹമാണല്ലോ. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താ മോളെ സങ്കടം എന്ന് ചോദിച്ചപ്പോൾ രുക്മിണി പറഞ്ഞു, എൻ്റെ വിവാഹം എൻ്റെ സമ്മതം കൂടാതെ ഈ ദുഷ്ടനായിട്ട് ശിശുപാലനുമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. എനിക്കതൊട്ടും സമ്മതമല്ല, ഞാൻ മരിക്കും, ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വേണ്ടത് നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ദ്വാരകാവാസിയായിട്ടുള്ള കൃഷ്ണനെയാണ് ഇഷ്ടം. ആ കൃഷ്ണനെ എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ സ്നേഹമൊന്ന് അറിയിക്കണം. ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊന്ന് അറിയിക്കണം. അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് എന്നെ രക്ഷിച്ചോളും, കൊണ്ടുപോയിക്കോളും. എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു സന്ദേശം എത്തിക്കണം. അതിനങ്ങേക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സന്തോഷപൂർവ്വം ആ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ രുക്മിണി ദേവി ഒരു രഥം കൊടുത്തു, രാജകീയമായിട്ടൊരു രഥം കൊടുത്തു. ബ്രാഹ്മണന് ഒരു സന്ദേശവും എഴുതി കൊടുത്തു. ഭാഗവതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു 6 ശ്ലോകങ്ങളാണ് രുക്മിണിയുടെ സന്ദേശം. അതും കൊണ്ട് ആ ബ്രാഹ്മണൻ പാഞ്ഞു പോവുകയാണ് ദ്വാരകാപുരിയിലേക്ക്. ഭഗവാനെ ചെന്ന് രഹസ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിലേക്ക് പോവുകയാണ് നമ്മൾ ഇവിടെ നാരായണീയത്തിൽ. അപ്പോൾ അദവിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവി ദേവസഹോദരഃ സ്വയമതിൽ സദചേതി മഹീഭുജേ സ്വതമസാ തം അസാധുമുപാശ്രയൻ ചിരധൃത പ്രണയാ ത്വയി ബാലികാ സപദി കാംക്ഷിതഭംഗസമാകുലാ തവ നിവേദയിതും ദ്വിജമാദിശത സ്വകഥനം കഥനംഗവിനിർമ്മിതം ചിരധൃത പ്രണയാ ത്വയി ബാലികാ സപദി കാംക്ഷിതഭംഗസമാകുലാ തവ നിവേദയിതും ദ്വിജമാദിശത സ്വകഥനം കഥനംഗവിനിർമ്മിതം. അപ്പോൾ ഈ രുക്മി അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം കൂടാതെ അനുജത്തിയുടെ വിവാഹം നിശ്ചയിക്കുമ്പോൾ അച്ഛൻ എന്താ മിണ്ടാതിരുന്നത് എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാവാം.
അച്ഛന് നല്ല ഉറപ്പുണ്ട്. എന്തുറപ്പുണ്ട്? ഈശ്വര നിശ്ചയം നടക്കുള്ളൂ എന്ന്. കാരണം അദ്ദേഹം ഒരു മഹാത്മാവായിരുന്നു. നമ്മൾ വെറുതെ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. മകനോട് ശണ്ട കൂടി യുദ്ധമൊക്കെ ചെയ്ത് എന്തിനു വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്? രുക്മിണിക്ക് ഭഗവാനുമായിട്ട് ചേരാൻ യോഗമുണ്ടെങ്കിൽ, ശ്രീകൃഷ്ണനുമായിട്ട് ചേരാൻ യോഗമുണ്ടെങ്കിൽ, ഭഗവാന്റെ ഇച്ഛ അതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുമെന്ന് ആ മഹാത്മാവിൻ്റെ ഉള്ളിൽ നിശ്ചയമുണ്ട്. അതുകൊണ്ട് ഭീഷ്മകൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല, മകൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിടുകയാണ്. അങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃഷ്ണൻ ഉണ്ട്. അത് നമുക്ക് പിന്നീട് കാണാം. എങ്ങനെ വെച്ചാൽ ഈ ദൂത് കേട്ട് കൃഷ്ണൻ വന്നു ചേരുമ്പോൾ ആ കൃഷ്ണനെയാണ് ഈ ഭീഷ്മക രാജാവ് പ്രതിശ്രുത വരനായിട്ടുള്ള ശിശുപാലനേക്കാൾ ഗംഭീരമായിട്ട് സ്വീകരിക്കുന്നതും വരന് വേണ്ടി ഒരുക്കിയ കെട്ടിടങ്ങളും എല്ലാ സൗകര്യങ്ങളും കൃഷ്ണനാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതിനുള്ള യോഗം കൃഷ്ണനാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃഷ്ണനുള്ള സ്ഥാനം എന്താണെന്ന് നമുക്ക് ഭാഗവതത്തിൽ നിന്ന് മനസ്സിലാവും. അദ്ദേഹം ഒരിക്കലും നിരാശനായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്സംഗത്തിൻ്റെ ഗുണം, നല്ല മനസ്സുറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കാത്തിരുന്ന് കാണുകയാണെല്ലാം, എല്ലാം ഈശ്വരന് വിട്ടുകൊടുത്തുകൊണ്ട്. നോക്കൂ, അപ്പൊ ചിരധൃത പ്രണയാ ത്വയി ബാലിക സപതി കാംക്ഷിത ഭംഗ സമാകുല. ബാലിക എന്ന് പറഞ്ഞത് ഇവിടെ രുക്മിണി എന്ന കുമാരിയെ കുറിച്ചിട്ടാണ്. ആ ബാലികയായ രുക്മിണി ദേവി ത്വയി ചിരധൃത പ്രണയാ ആസീത്. ത്വയി ഗുരുവായൂരപ്പ, നിന്നിൽ, അങ്ങയുടെ നേർക്ക് ചിരധൃത പ്രണയാ, ചിരകാലം ധരിച്ച പ്രണയത്തോടുകൂടിയവളാണ്. വളരെ കാലമായി അവളുടെ ഉള്ളിൽ അങ്ങയോടുള്ള പ്രണയം കൊണ്ട് നടക്കുന്നു. ചിരധൃത പ്രണയാ ത്വയി ബാലിക സപതി. സപതി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നർത്ഥം. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അധിക സമയമില്ല. 2 ദിവസത്തിനകമാണ് വിവാഹം. മറ്റന്നാൾ എന്നാണ് സന്ദേശം കൊടുത്തയക്കുന്നത്. ഇന്നേക്ക് 2-ാം ദിവസം എൻ്റെ വിവാഹം നടത്താൻ പോവുകയാണെന്നാണ് ബ്രാഹ്മണന്റെ അടുത്ത് രുക്മിണി ദേവി സന്ദേശം കൊടുത്തയക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഡേ ബിഫോർ എസ്റ്റർഡേ എന്ന മട്ടിലാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ സപതി, പെട്ടെന്ന് തന്നെ, കാംക്ഷിത ഭംഗ സമാകുല, തൻ്റെ കാംക്ഷിതത്തിന് ഭംഗം സംഭവിച്ചതുകൊണ്ട് സമാകുലയായിട്ട്, സമ്യക്കായി ആകുലചിത്തയായി, വളരെയധികം വിഷമിച്ചവളായി, ദുഃഖിതയായി, തൻ്റെ കാംക്ഷിതത്തിന് ഭംഗം, തൻ്റെ ആഗ്രഹത്തിന് തടസ്സമുണ്ടായിരിക്കുന്നു. താൻ കാംക്ഷിച്ചതല്ല നടക്കാൻ പോകുന്നത്, അതിന് വിരുദ്ധമായിട്ട് ചേതി രാജാവായിട്ടുള്ള ശിശുപാലനുമായിട്ടാണ് തൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് എന്നറിഞ്ഞ് അവൾ തകർന്നു. കാംക്ഷിത ഭംഗ സമാകുല, കാംക്ഷിതത്തിന് ഭംഗമുണ്ടായത് കേട്ട് സമാകുലയായിട്ട് തവ നിവേദയിതും, ആ കാര്യത്തെ തവ ഗുരുവായൂരപ്പ അങ്ങയുടെ അടുത്തേക്ക് നിവേദയിതും, നിതരാം വേദയിതും, നന്നായി അറിയിക്കുവാൻ, കാര്യങ്ങളെ സമർത്ഥിക്കുവാനായിക്കൊണ്ട് ദ്വിജം ആദിശത്, ഒരു ബ്രാഹ്മണനെ ആദേശിച്ചു, ഒരു ബ്രാഹ്മണനെ പറഞ്ഞയച്ചു. ദ്വിജം ആദിശത്. അപ്പൊ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്? സ്വകഥനം കഥനംഗവിനിർമ്മിതം. സ്വകഥനം, സ്വകഥനം സ്വന്തം കഥനം. കഥനം എന്നാൽ ദുഃഖങ്ങൾ, തൻ്റെ വിഷമം, ആ തൻ്റെ കഥനത്തെക്കുറിച്ച് അങ്ങയോട് അറിയിക്കാൻ തവ നിവേദയിതും. എന്താ ഈ വിഷമത്തിൻ്റെ കാരണം? കഥനംഗവിനിർമ്മിതം. അനങ്കൻ ആരാ? കാമദേവൻ. കഥനങ്കൻ എന്ന് പറഞ്ഞാൽ ദുഷിച്ച അനങ്കൻ, കുൽസിതനായ അനങ്കൻ. കഥ ശബ്ദം കുൽസിത ശബ്ദത്തെ സൂചിപ്പിക്കുന്നതാണ്. കു എന്നും കഥ എന്നുമൊക്കെ വിപരീത ഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഥ അനങ്കൻ എന്ന് പറഞ്ഞാലോ ആ വൃത്തികെട്ട കാമദേവന്റെ പണി, വിനിർമ്മിതം. അപ്പോൾ ഇവളുടെ ഉള്ളില് ഇവിടെ മേൽപ്പത്തൂർ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നമ്മളിപ്പോൾ കാമദേവനെ അങ്ങനെ കുറ്റപ്പെടുത്തുമൊന്നും വേണ്ട. സ്വകഥനം കഥനങ്കം. കഥനങ്കൻ എന്ന് പറഞ്ഞത് ആ കുൽസിതനായ അനങ്കന്റെ നിർമ്മിതമായ പീഡ, സ്വന്തം ഹൃദയത്തിലുള്ള കാമപാരവശ്യം, ഭഗവാനോടുള്ളതായിട്ടുള്ള തനിക്കുണ്ടായ കഠിന വേദന, ആ വിരഹ ദുഃഖം അല്ലെങ്കിൽ ആ ക്ലേശം, ആ പീഡകൾ, കാമപീഡ, അത് അറിയിക്കാൻ വേണ്ടി
തവ നിവേദയിതും ദ്വിജം ആദിശത്. ഗുരുവായൂരപ്പ അങ്ങയെ അറിയിക്കുവാനായിക്കൊണ്ട് ഒരു ബ്രാഹ്മണനെ ആദേശം ചെയ്തയച്ചു. അങ്ങയുടെ അടുത്തേക്ക് രഥത്തിൽ സന്ദേശവാഹകനായിട്ട് അയച്ചു. അപ്പൊ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ അവതാരമാണ് രുക്മിണി ദേവി. അതുകൊണ്ട് ദേവിക്ക് വേറെ ആരുമായിട്ടും ചേരാൻ പറ്റില്ല. അനപായിനിയാണ്, പതിവ്രതയാണ്. വേറൊരാളുടെ കൂടെയും ലക്ഷ്മി ദേവി ചേരില്ല, നാരായണനല്ലാതെ. അതുകൊണ്ട് ആ പീഡയാണ് ഇവിടെ ഉള്ളിൽ. അതിനെ കാമദേവന്റെ മുകളിൽ ചാർത്തി കൊടുത്തു എന്നേ ഉള്ളൂ. ആര്? നമ്മുടെ മേൽപ്പത്തൂര്. കഥനംഗ വിനിർമ്മിതം എന്ന്, ആ കുൽസിതനായ അനങ്കനാൽ നിർമ്മിക്കപ്പെട്ട ആ പീഡ, ആ വേദന അറിയിക്കാനായിക്കൊണ്ട് ദ്വിജനെ പറഞ്ഞയച്ചു. ചിരധൃത പ്രണയാത്വയി ബാലിക സപതി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശത സ്വകഥനം കഥനംഗ വിനിർമ്മിതം. കഥനം അടുത്തടുത്ത് കഥന ശബ്ദത്തെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കഥനങ്കൻ എന്നൊക്കെ പറഞ്ഞത്. ആ ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി ഭഗവാൻ സ്വീകരിക്കുന്നു. അതാണ് 5ാമത്തെ ശ്ലോകം. ദ്വിജസുതോപി ചതൂർണമുപായയൗ തവ പുരം ഹി ദുരാസദം മുദമവാപച സാദര പൂജിതഃ സ ഭവതാപഹൃതാ സ്വയം. ദ്വിജസുതഃ അപി തൂർണം ഉപായയൗ തവ പുരം. ഹേ ഗുരുവായൂരപ്പ, ദ്വിജസുതഃ അപി, ആ ബ്രാഹ്മണപുത്രനാകട്ടെ, ആ സന്ദേശവാഹകനായ രുക്മിണിയുടെ ദൂതനാകട്ടെ, ദ്വിജസുതഃ അപി അദ്ദേഹമാകട്ടെ, തൂർണം ഉപായയൗ തവപുരം, തവപുരം അങ്ങയുടെ പുരിയായ ദ്വാരകയിലേക്ക് തൂർണം വളരെ വേഗത്തില് ത്വരിതത്തില് ഉപായയൗ വന്നു ചേർന്നു. എങ്ങനെയുള്ളതാണ് തവപുരം? ഈ ദുരാസതം, ദുരാശന്മാർക്ക് ദുരാസതമായിട്ടുള്ളതാണ് ഈ ദ്വാരകാപുരി എന്ന് പറഞ്ഞാൽ ദുഷ്ടബുദ്ധികളായിട്ടുള്ള ആളുകൾക്ക് പ്രവേശിക്കാൻ ക്ലേശമുള്ളതാണ്. ഒരു ദുർഗം എന്നാണ് അതിനെ പറയുക. ദ്വാരകയെ പറയുമ്പോൾ ദുർഗം എന്ന് പറയും. ഒന്നാമത് കടലിലാണ്, കടലിൻ്റെ നടുവിൽ ദ്വീപിലാണ്. പിന്നെ കോട്ടകളും കൊത്തളങ്ങളും ഒക്കെ ആയിട്ട്, കിടങ്ങുകളും ഒക്കെ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആണ്. അതിനകത്തേക്ക് ശത്രുക്കൾക്കോ ദുഷ്ടജനങ്ങൾക്കോ ഒന്നും പെട്ടെന്ന് വരാൻ പറ്റില്ല. ഒരുപാട് സ്ക്രീനിങ്, സെൻസറിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ്, ഒരുപാട് സെക്യൂരിറ്റി ചെക്കുകളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളിലേക്ക് വരാൻ പറ്റുള്ളൂ. എന്നാൽ ബ്രാഹ്മണർക്ക്, സജ്ജനങ്ങൾക്ക് എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകളാണ് ദ്വാരകാപുരി. അതാണ് ഭഗവാന്റെ സ്പെഷ്യൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. ബ്രാഹ്മണരാര് വന്നാലും, മഹാത്മാക്കൾ ആര് വന്നാലും അവർക്ക് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത്. ജയവിജയന്മാരെ പോലെ നടുവിൽ നിന്ന് ആരും തടയരുത്. വൈകുണ്ഠത്തിൽ ജയവിജയന്മാര് സനകാദികളെ തടഞ്ഞതുപോലെ ഭാവിയിൽ ഈ ദ്വാരകാപുരിയിൽ ആരും മഹാത്മാക്കൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാവരുത്. മഹാത്മാക്കൾ ആര് വന്നാലും ഇമ്മീഡിയറ്റ് നേരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നോളൂ, വേറെ എവിടെയും കൊണ്ടുപോകണ്ട. നേരെ എൻ്റെ അടുത്തേക്ക്, അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കണ്ട. അവർക്ക് എപ്പോഴും അവർക്ക് കയറി വരാം എന്ന് ഭഗവാന്റെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ കുചേലനും ഭഗവാന്റെ അടുത്തേക്ക് നേരിട്ട് കയറി പോകാൻ പറ്റിയത്. അല്ലാതെ ദുഷ്ടശക്തികൾക്കൊന്നും അവിടെ ഈസിലി കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല. അതാണ് ദുരാസതം. ദുരാശന്മാര് എന്ന് പറഞ്ഞാൽ ദുഷിച്ച ബുദ്ധിയോടുകൂടിയവർ, ദുരാശയന്മാര്, ദുഷ്ടഹൃദയന്മാര്, അങ്ങനെയുള്ളവർക്കൊന്നും അവിടെ ദുരാസതം, ദുർഗമാണത്. ദുർഗം എന്നാൽ ദുഃഖേന ഗന്ധും ക്ഷമം, ക്ലേശിച്ച് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത് ബോട്ടൊക്കെ കടത്തി, തോണിയൊക്കെ കടത്തിയിട്ട് വേണം അവിടേക്ക് എത്താൻ തന്നെ. അതിന് തന്നെ കടത്തുകാരുണ്ടാവും. അവര് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ കയറ്റി വിടുള്ളൂ. അവിടെ കാവൽക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ബ്രാഹ്മണർ വന്നാൽ അവർക്ക് ഫ്രീ പാസ്സാണ് നേരെ. അതാണ് ഇവിടെ തവപുരം തൂർണമുപായയവും എന്നാ പറഞ്ഞത്. വേഗം വന്നു ചേർന്നു. ദുരാസതമാണെങ്കിലും ദുഷ്ടന്മാർക്ക്
പ്രയാസമുള്ള സ്ഥലമാണെങ്കിലും കയറിപ്പറ്റാൻ പറ്റാത്ത സ്ഥലമാണെങ്കിലും ഇദ്ദേഹത്തിന് വളരെ വേഗം എത്താൻ കഴിഞ്ഞു. അത് ബ്രാഹ്മണനായതുകൊണ്ടും. ദ്വിജസുതോപിച്ച തൂർണമുപായയൗ തവ പുരം ഹി ദുരാശ ദുരാസദം മുദമവാപച സാദര പൂജിത സ ഭവതാപഹൃത സ്വയം. ആ ബ്രാഹ്മണനാകട്ടെ സാദര പൂജിത, ഭഗവാനാൽ തന്നെ സാദര പൂജിത, ആദരവോടെ പൂജിക്കപ്പെട്ടു. ബ്രാഹ്മണർ വന്നാൽ ഭഗവാൻ തന്നെ ഡയറക്റ്റ് അവരെ കാല് കഴുകും. വേറെ ആരെ കൊണ്ട് കഴുകി കൊടുക്കൂ എന്നൊന്നും പറയില്ല. ഭഗവാൻ തന്നെ അവരെ പിടിച്ചിരുത്തി കാല് കഴുകിച്ച് അവരെ പൂജിച്ച് അവരെ സൽക്കരിച്ച് അവരെ വീശിക്കൊടുക്കുക, എല്ലാം ഭഗവാൻ തന്നെ ചെയ്യും. അതാണ് ഭഗവാന്റെ സംസ്കാരം. ഭഗവാൻ തൻ്റെ ബന്ധുക്കൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ബ്രഹ്മണ്യദേവനാണ് ഭഗവാൻ. കുചേലനെ സ്വീകരിക്കുന്നത് കണ്ടില്ലേ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ബ്രഹ്മണ്യദേവൻ, ഭഗവാന് ബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അതുകൊണ്ടാണ്. ബ്രാഹ്മണപ്രിയൻ, ബ്രാഹ്മണരെ പൂജിക്കുന്നവൻ. അപ്പോൾ ഭഗവാൻ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കാല് കഴുകി പൂജിച്ചു. സാദര പൂജിത. അപ്പൊ ബ്രാഹ്മണൻ മുദം അവാപ, ബ്രാഹ്മണൻ എന്തെന്നില്ലാത്ത മോദത്തെ പ്രാപിച്ചു. ഓ, ഇവിടുത്തെ ഭഗവാൻ തന്നെ എന്നെ സ്വീകരിച്ചുല്ലോ, ഭഗവാനെ കാണാൻ കഴിയോ, ഈ രുക്മിണിയുടെ സന്ദേശം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ശങ്കിച്ചു കൊണ്ടുവന്ന ആളാണ്. തനിക്ക് അവിടെ എൻട്രി കിട്ടുമോ, എൻട്രി കിട്ടിയാൽ തന്നെ കൃഷ്ണനെ കാണാൻ കിട്ടുമോ, കൃഷ്ണനെ കണ്ടാൽ തന്നെ കൃഷ്ണൻ മൈൻഡ് ചെയ്യുമോ, താൻ പറയുന്നത് കേൾക്കുമോ, എന്തെങ്കിലും ഉത്തരവുണ്ടാവുമോ, എന്തെങ്കിലും പോംവഴി ഉണ്ടാവുമോ, ഈ പെൺകുട്ടിയുടെ കാര്യം രക്ഷപ്പെടുമോ, അതോ അവളുടെ കാര്യം കഷ്ടമാണോ എന്നൊക്കെ ചിലപ്പോൾ ശങ്കയുണ്ടാവും. അങ്ങനെ സംശയത്തോടു കൂടി വന്ന അദ്ദേഹത്തിന് സാക്ഷാൽ നേരിട്ട് വേറെ ആരും അറിയാതെ ഭഗവാന്റെ അടുത്തേക്കാണ് വരുന്നത്. ഭഗവാനാണ് സൽക്കരിക്കുന്നത് മാത്രമല്ല, ആ ഭാഗവതത്തില് ഭഗവാനും ഈ ബ്രാഹ്മണനും തമ്മിലുള്ള സംവാദം ഒന്ന് കാണണം. അദ്ദേഹം വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മുഖം വിഷമം കണ്ടിട്ട് ഭഗവാൻ വായിച്ചെടുക്കുന്നു. അങ്ങയെ കണ്ടിട്ട് എന്തോ വിഷമമുണ്ടെന്ന് തോന്നുന്നുവല്ലോ, എന്താണ് അങ്ങ് എവിടുന്നാ വരണത്, എന്താ വിഷമം അങ്ങയ്ക്ക്? നിങ്ങളെ പോലെയുള്ള ബ്രാഹ്മണർക്ക് ഏത് രാജ്യത്താണ് പ്രശ്നമുള്ളത്? നിങ്ങൾ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ഞാൻ ഇടപെടണോ? ഞാൻ ഇടപെടേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഏത് രാജ്യത്തും ബ്രാഹ്മണര് സുരക്ഷിതരായിരിക്കണം. അതിനു വേണ്ടി വന്നാൽ താൻ ആയുധമെടുത്ത് ഇടപെടുകയോ യുദ്ധം ചെയ്യുകയോ എന്തിനും തയ്യാറാവും എന്നുള്ള മട്ടിലാണ് ഭഗവാന്റെ ചോദ്യം. അങ്ങ് വിദർഭ രാജ്യത്തെന്നാ വരണ. ആ വിദർഭ രാജ്യത്തില് ബ്രാഹ്മണര് സുരക്ഷിതരല്ലേ? അവിടെ ബ്രാഹ്മണർക്ക് പ്രശ്നമുണ്ടോ? അവരെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മം ചെയ്യാൻ തടസ്സമുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പറയൂ. എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ, ഞാൻ പരിഹാരം കാണാം. ഞാൻ അതിന് വ്രതത്തോടു കൂടിയവനാണ്, ബ്രാഹ്മണ പ്രിയനാണ് ഞാൻ എന്നുള്ള മട്ടില് ഭഗവാൻ സ്വയം പ്രകടിപ്പിക്കുന്നു തൻ്റെ കമ്മിറ്റ്മെന്റ്. അത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ സന്തോഷമായിട്ട് പറയണു, ഇല്ല, പ്രശ്നം എനിക്കല്ല, ഞങ്ങൾക്കല്ല, ബ്രാഹ്മണർക്കല്ല പ്രശ്നം. ഇപ്പൊ പ്രശ്നവുമായിട്ട് വന്നിരിക്കുന്നത് വേറൊരു കാര്യവുമായിട്ടാണ്, ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. വിദർഭ രാജ്യത്തെ രാജകുമാരിയുടെ വിഷമം അങ്ങയെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളുടെ പ്രശ്നം പറയാൻ വന്നതല്ല എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണൻ ഭഗവാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ആരംഭിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വിദർഭ രാജകുമാരിയായ ആ ഭീഷ്മകന്യകയായ രുക്മിണിയുടെ സന്ദേശവാഹകനായിട്ട് വന്നതാണ്. അവളുടെ സന്ദേശം അങ്ങയോട് അവതരിപ്പിക്കാൻ പാടുവോ? അങ്ങേക്ക് സമ്മതമാണോ? കേൾക്കുമോ? നിവേദനം അറിയിക്കട്ടെ എന്ന് ബ്രാഹ്മണൻ വിനയാന്വിതനായി ചോദിച്ചപ്പോൾ ഭഗവാൻ തിരിച്ചു പറയണു, എന്നോട് പറയാവുന്നതാണെങ്കിൽ ധൈര്യമായി പറഞ്ഞോളൂ. എന്നോട് പറയാൻ അങ്ങേക്ക് വിഷമമില്ല എങ്കിൽ, പറയാൻ കൊള്ളുന്നതാണ്, പറയേണ്ടതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ സന്നദ്ധത അറിയിക്കുകയാണ്. അതാണ് ആ ബ്രാഹ്മണനുണ്ടായ സന്തോഷം. അതാണ് മുദമവാപച സാദര പൂജിത. മേൽപ്പത്തൂരിൻ്റെ വാക്കുകൾ ആറ്റിക്കുറുക്കിയ വാക്കുകളാണ്. ഭാഗവതത്തിലെ വിശദമായിട്ട് ഇതിൻ്റെ ചർച്ചകളാണ്. നല്ല ഗംഭീരമായിട്ടുള്ള അവതരണമാണ് അവിടെ. അപ്പം അതിനെ ചുരുക്കി മുദമവാപ സാദര പൂജിത സ ഭവത, സഹ ബ്രാഹ്മണ ഭവത പൂജിത. ഗുരുവായൂരപ്പ അങ്ങയാൽ തന്നെ പൂജിതനായി. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങ് ആരാണ്? ഭവതാപഹൃത. ലോകത്തിൻ്റെ മുഴുവൻ സംസാരതാപങ്ങളെ ഹരിക്കുന്ന ആളാണ് അങ്ങ്. ഭവതാപങ്ങളെ
ഹരിക്കുന്നവൻ ഭവതാപഹൃത്ത്. അങ്ങനെയുള്ള ത്വയ ഭവതാപഹൃത, സംസാര ദുഃഖങ്ങളെ മുഴുവൻ, ലോകത്തിന്റെ മുഴുവൻ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ നമ്മൾ നമസ്കരിക്കുന്നു. ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവീകങ്ങളായ താപത്രയങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തനായിട്ടുള്ള ഭവതാപഹൃത്തായ അങ്ങയാൽ ആ ബ്രാഹ്മണന്റെ താപങ്ങൾ ഹരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറി. അദ്ദേഹം വന്ന കാര്യം അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഉറപ്പായി. ഭഗവാന്റെ വാക്കുകളും പൂജയും ഭഗവാന്റെ ആ ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, സക്സസ്ഫുൾ, മിഷൻ സക്സസ്ഫുൾ, കാര്യം സാധിച്ചു എന്ന് അദ്ദേഹത്തിന് സന്തോഷമായി. അതാണ് സ്വയം ഭവതാ പൂജിത. സ്വയം അങ്ങ് തന്നെ സാക്ഷാതായിട്ട് നേരിട്ട്, ആ സ്വയം എന്നുള്ളത് ഭഗവാൻ സ്വയം അങ്ങ് തന്നെ പൂജിച്ചു. അങ്ങയാൽ ഭവതാപഹൃത ഭവതാ ഏവ സ്വയം സാദര പൂജിത. അങ്ങനെ മുദം അവാപ, അവൻ ആ ബ്രാഹ്മണൻ മോദത്തെ പ്രാപിച്ചു. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. ദ്വിജസുതോപി ചതുർണമുപായയൗ തവ പുരം ഹി ദുരാസദം മുദമവാപ ച സാദര പൂജിതഃ സ്വഭവതാ ഭവതാപഹൃതാ സ്വയം. ഇനി ഭഗവാൻ ചോദിച്ചതിന് ആഗമന കാര്യം അവതരിപ്പിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ബ്രാഹ്മണൻ, ദൂതനായിട്ട് വന്നിട്ടുള്ള ആള്. സച ഭവന്തമവോചത കുണ്ഡിനേ നൃപസുതാ ഖലു രാജതിരുക്മിണീ ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം. സച ഭവന്തമവോചത കുണ്ഡിനേ നൃപസുതാ ഖലു രാജതിരുക്മിണീ ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം. സച ഭവന്തം അവോചത. സച അദ്ദേഹം, ആര്? ബ്രാഹ്മണൻ, ദൂതനായി വന്ന ബ്രാഹ്മണൻ. ഭവന്തം അവോചത, ഗുരുവായൂരപ്പ അങ്ങയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? കൊട്ടേഷനിൽ പിന്നെ കുണ്ടിനെ നൃപസുതാ രാജതി രുക്മിണി. കുണ്ടിനി, കുണ്ടിനെന്ന് കേട്ടാൽ ഭഗവാൻ അറിയാം. നമ്മളെപ്പോലെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും അറിയാത്ത ആളല്ല. വിദർഭ രാജധാനിയായ കുണ്ടിന രാജധാനിയിൽ കുണ്ടിനെ നൃപസുത, രാജകുമാരിയായിട്ട്, രാജാവിൻ്റെ പുത്രിയായിട്ട്, രുക്മിണി രാജതീകലു, രുക്മിണി എന്ന പേരുള്ള ഒരു കന്യക ശോഭിക്കുന്നു. പ്രശസ്തമാണ്, അങ്ങ് കേട്ടു കാണും. രാജതീകലു, അങ്ങനെ ഒരാളുണ്ട്, ശോഭിക്കുന്നു. രാജതി എന്ന് പറഞ്ഞാൽ ആ കൊട്ടാരത്തെ അലങ്കരിച്ചുകൊണ്ട് ശോഭിക്കുന്ന ഒരു കന്യകയാണ് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയായ രുക്മിണി ദേവി. അവള് ശോഭിക്കുന്നു. ത്വയി സമുത്സുകയാ നിജ ധീരതാരഹിതയാ ഹിതയാ പ്രഹിതഃ അസ്മി അഹം. തയാ അവളാൽ, പ്രഹിതഃ അസ്മി അഹം. പ്രഹിതഃ എന്ന് പറഞ്ഞാൽ പ്രേഷിതഃ, അയക്കപ്പെട്ടവൻ, സന്ദേശവാഹകനായി, മെസഞ്ചറായി അയക്കപ്പെട്ടവൻ. അസ്മി അഹം, ഞാനാകുന്നു. അപ്പൊ ഞാൻ അവളാൽ അയക്കപ്പെട്ടവനാണ്. തയാ പ്രഹിതോസ്മ്യഹം. ഇനി ആ തയാ എന്നുള്ള പറഞ്ഞില്ലേ, അവളാൽ എന്ന്, ആ അവളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ത്വയി സമുത്സുകയാ. നിന്നിൽ, ഭഗവാനിൽ സമുത്സുകയാണവള്, വളരെ താല്പര്യമുള്ളവളാണ്. അങ്ങയോട് വലിയ അതിയായ താല്പര്യവും ഭക്തിയും പ്രേമവുമുണ്ട്. അങ്ങയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവളാൽ, എന്നാൽ നിജധീരതാരഹിതയാ, ഇപ്പൊ തൻ്റെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവള്, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് അവള്, സുഖമായിരിക്കുകയല്ല അവിടെ. അവിടെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. അവളുടെ വിവാഹം തീരുമാനിച്ചിരിക്കണു അവളുടെ ഇഷ്ടമല്ലാതെ. അതാണ് ഇവിടെ ധീരതാരഹിതയാ, ധൈര്യമെല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യക്ക് തയ്യാറായിരിക്കുകയാണ്. അങ്ങയുടെ സന്ദേശം ഒന്നിലാണ് അവളുടെ ജീവൻ കുടികൊള്ളുന്നത്. ഇനി അവളുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ അങ്ങയുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഉത്തരം കിട്ടണം. അങ്ങയുടെ ഭാഗത്തുനിന്ന് ആക്ഷൻ വേണം. എല്ലാ ധൈര്യവും നഷ്ടപ്പെട്ടുകൊണ്ട്
ജീവിതത്തിൽ ഇനി ഒന്നും നേടാനില്ല എന്ന് നിരാശയോടുകൂടി ഇരിക്കുന്നവളാണ്. നിജധീരതാരഹിതയാ, തൻ്റെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടവളായിരിക്കുന്ന തയാ, അവളാൽ പ്രഹിതോസ്മി അഹം, ഹി ഹി എന്തെന്നാൽ എന്നുള്ള അർത്ഥത്തിൽ അവളാൽ പറഞ്ഞയക്കപ്പെട്ടത് ഒരു ദൂതനാണ് ഞാൻ എന്ന് വന്ന കാര്യം ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. താൻ ആരാണ്, എന്തിനു വന്നു, എന്താണ് തൻ്റെ ദൗത്യം. സചഭവന്തമവോചത കുണ്ടിനേ നൃപസുധാ ഖലു രാജതിരുക്മിണി ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം. നിജധീരതാരഹിതയാ എന്നത് ഒറ്റ പദമാണ്, കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണം. ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം. അങ്ങനെ അവളാൽ അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ എന്ന് തന്നെ പരിചയപ്പെടുത്തി. ഇനി ഭഗവതിയുടെ ദേവിയുടെ സന്ദേശം അറിയിക്കുകയാണ് അടുത്ത 2 ശ്ലോകങ്ങളിൽ. തവ ഹൃതാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃപോധുനാ അയി കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേ ഗപതേ ത്വയാ. തയാ, ത്വയാന്നല്ല തയാ. തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃപോധുനാ അയി കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേ ഗപതേ തയാ. അപ്പോൾ അവൾ തൻ്റെ മനസ്സിലിരിപ്പ് തുറന്ന് പറയണ ലജ്ജയൊന്നുമില്ലാതെ, അതാണ് അവിടെ പറയുന്നത്. തവ ഹൃതാസ്മി പുരായേവ ഗുണൈരഹം, തവ ഗുണൈഹി അഹം പുരായേവ ഹൃദാ അസ്മി. തവ ഗുണൈഹി, അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ടിട്ട് നാരദാദികളിൽ നിന്ന് ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാമേ എന്ന് പറഞ്ഞിട്ടാണ് ആ ദൂത് ആരംഭിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ. 6 ശ്ലോകങ്ങളുള്ളതായിട്ടുള്ള ദേവിയുടെ സന്ദേശം. അമ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ്, ദശമസ്കന്ധത്തിൽ 37 മുതൽ 43 വരെയുള്ള ശ്ലോകമാണ് ദേവിയുടെ രുക്മിണിയുടെ സന്ദേശം. അപ്പൊ അത് ആരംഭിക്കുന്നതന്നെ ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരൈർ ഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്തലാഭം ത്വയി അച്യുതാ വിശദി ചിത്തമപത്രപം മേ. ദേവി തുറന്ന് പറയണ, എനിക്ക് ഒരു ലജ്ജയുമില്ല പറയാന്നാ പറയണ. അപത്രപം, ത്രപയില്ലാതെ ലജ്ജയില്ലാതെ എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, എനിക്കത് പറയാൻ ഒരു മടിയുമില്ല എന്ന് ദേവി തൻ്റെ സന്ദേശം പറയുകയാണ്. അപ്പൊ ഞാൻ അങ്ങയുടെ ഗുണങ്ങളെ, ഭുവനസുന്ദര അങ്ങയുടെ ഗുണഗണങ്ങളെക്കുറിച്ച് മഹാത്മാക്കളിൽ നിന്ന് കേട്ട് കേട്ട് എൻ്റെ മനസ്സ് അങ്ങയിൽ ഉറച്ചുപോയി. അതാണ് തവ ഗുണൈഹി അഹം പുരായേവ ഹൃതാ അസ്മി. അങ്ങയുടെ ഗുണഗണങ്ങളാൽ അഹം, ഞാൻ പണ്ടു തന്നെ, പുരായേവ എൻ്റെ ബാല്യം മുതൽക്കേ, ഹൃതാ അസ്മി ഞാൻ അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. എൻ്റെ മനസ്സ് അങ്ങ് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു, അങ്ങയിൽ ഉറച്ചിരിക്കുന്നു, അങ്ങയിൽ അനുരക്തയായിരിക്കുന്നു. ഞാൻ ഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലല്ല, എൻ്റെ മനസ്സ് എൻ്റെ കയ്യിലല്ല, അങ്ങ് കട്ടുകൊണ്ടുപോയി എൻ്റെ മനസ്സിനെ. ഇതാണ് തവ ഗുണൈഹി അഹം പുരായേവ ഹൃദാ അസ്മി. ഹൃദാ എന്ന് പറഞ്ഞാൽ വലിച്ചഴക്കപ്പെട്ടവളായി, ആകർഷിക്കപ്പെട്ടവളായി തീർന്നു. നൗ ഐ ആം ഇൻ യു, ഐ ആം വിത്ത് യു. ഞാനിപ്പോൾ അങ്ങയുടെ കൂടെയാണ്.
ഹരതിമാം കില ചേതി നൃപോ അധുന. എന്നാൽ വേറൊരു പ്രശ്നം വന്നു ചേർന്നിരിക്കുന്നു. മാം അധുനാ ചേതി നൃപഃ ഹരതി. ഇപ്പതാ എന്നെ ആ ചേതി നൃപൻ, ചേതി രാജാവായ ശിശുപാലൻ ഹരതി, ഹരിക്കാൻ പോകുന്നു. അദ്ദേഹം കട്ടുകൊണ്ടു പോകാൻ പോകുന്നു. സിംഹത്തിന്റെ ഭക്ഷണത്തെ കുറുക്കൻ വന്ന് അപഹരിക്കാൻ പോകുന്നു. അപ്പൊ സിംഹത്തിന് അഭിമാനം ഉണ്ടെങ്കിൽ എന്ത് വേണം? കുറുക്കന്മാരെ ഓടിച്ചുവിട്ട് സ്വന്തം ഭാഗം അപഹരിച്ചെടുക്കണം. അതാണ് സിംഹഭാഗം. കുറുക്കന്മാരെ ഓടിച്ചു വിട്ടിട്ട് അങ്ങേക്ക് ചേരേണ്ടത് അങ്ങേക്ക് തന്നെ ചേരണം. ഇതാപ്പോ അധുനാ ചേതി നൃപോ മാം ഹരതിക്കില. ചേതി രാജാവ് എന്നെ ഹരിക്കാൻ പോകുന്നു അത്രേ. അതുകൊണ്ട് ഐ കൃപാലയ, അല്ലയോ കൃപാമൂർത്തേ, കൃപാ ആലയമായിരിക്കുന്നവനെ, കൃപയുടെ ഇരിപ്പിടമായിരിക്കുന്നവനെ, നിറകുടമായിരിക്കുന്നവനെ, പാലയമാം, പാലയമാം, എന്നെ രക്ഷിച്ചാലും ഈ കുറുക്കന്മാരിൽ നിന്ന്, ഈ ചേതി രാജാവിൽ നിന്ന്, ദുഷ്ടരാജാക്കന്മാരിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും. ഇതി ഇങ്ങനെ പ്രജഗതേ ജഗദേകപദേ തയാ. മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യുന്നതാണ് ജഗദേകപദേ. ജഗത്തിന്റെ മുഴുവൻ ഏകപതിയായിരിക്കുന്ന ഗുരുവായൂരപ്പ, ജഗദീശ്വര. തയാ പ്രജഗതേ, തയാ അവളാൽ, പ്രജഗതേ പ്രകർഷേണ ജഗതേ ജഗാദ എന്നുള്ളത് പറഞ്ഞു എന്നാണ്. അവളാൽ പറയപ്പെട്ടു. തയാ പ്രജഗതേ കർമ്മണി പ്രയോഗമാണ്. അവളാൽ പറയപ്പെട്ടു. പറയപ്പെട്ടത് ബ്രാഹ്മണരിലൂടെ, ബ്രാഹ്മണൻ സന്ദേശമായി വന്ന് പറഞ്ഞു. അപ്പോ ആ ദേവിയുടെ സന്ദേശം ബ്രാഹ്മണൻ വന്ന് പറഞ്ഞതാണ് ഇവിടെ മേൽപ്പത്തൂർ അവതരിപ്പിച്ചത്. തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതിമാം കില ചേതി നൃപോധുന ഐ കൃപാലയ പാലയമാം ഇതി പ്രജഗതേ ജഗദേകപദേ തയാ. ഇവിടെ മൂന്നാമത്തെ വരിയിലും ആ പ്രാസം വേറൊരു രീതിയിൽ കൃപാലയ പാലയ, പാലയ പാലയ എന്ന് ഡബിൾ വൃത്തം അല്ലെങ്കിൽ എന്താണ് പ്രാസം ഒപ്പിച്ചിരിക്കുന്നു. കൃപാലയ പാലയ, ഹേ കൃപാലയ മാം പാലയ, അല്ലയോ കൃപാമൂർത്തേ എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞിട്ട് പ്രജഗതേ ജഗദേകപദേ, ജഗത്തിന്റെ ഏകപതിയായ ഗുരുവായൂരപ്പ, തയാ പ്രജഗതേ അവളാൽ പറയപ്പെട്ടു. അവൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അവൾ ആഗ്രഹിക്കുന്നു എന്ന് ആ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞതിനെക്കുറിച്ച് മേൽപ്പത്തൂർ പറഞ്ഞു. അടുത്ത ശ്ലോകവും ഇതിനോട് തുടർച്ചയാണ്. അശരണാം യദി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം. അശരണാം യദി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം. അശരണാം യദി മാം ത്വം ഉപേക്ഷസേ, അവളുടെ വാക്കുകളാണ് തുടർന്ന്. അശരണാം മാം, യാതൊരു ശരണവുമില്ലാത്ത, ഗതിയില്ലാത്ത, അനാഥയായ, ആശ്രയമില്ലാത്ത എന്നെ ത്വം ഉപേക്ഷസേ യദി. ഗുരുവായൂരപ്പ ഇവിടെ കൃഷ്ണനോട് രുക്മിണി പറയുന്നതാണ്. ഹേ കൃഷ്ണ, ദ്വാരക അധീശ, അങ്ങ് എന്നെ ഉപേക്ഷിക്കുന്നു എങ്കിൽ, യദി, ഇഫ് യു അബാൻഡൻ മീ, ഇഫ് യു ഇഗ്നോർ മീ, സപതി അപ്പ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജീവിതമേവ ജഹാമ്യഹം, ജീവിതത്തെ തന്നെ ഞാൻ നശിപ്പിച്ചു കളയും, ത്യജിക്കും. ജഹാമി എന്ന് പറഞ്ഞാൽ ത്യജിക്കും ഞാൻ, ജഹിക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. ജഹാമി, ഞാൻ ത്യജിക്കും. എന്തിനെ? എൻ്റെ പ്രാണനെ, എൻ്റെ ജീവിതത്തെ. ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും, ഞാൻ എൻ്റെ ആത്മഹത്യ ചെയ്യും എന്നർത്ഥം. അപ്പം ഇമ്മീഡിയറ്റ്ലി ഞാൻ ആത്മഹത്യ ചെയ്യും അങ്ങ് എന്നെ ഉപേക്ഷിച്ചാൽ. അങ്ങ് എന്നെ പരിഗണിച്ചില്ലെങ്കിൽ, സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ത്യജിക്കും. അശരണാം യദി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാ സുതനോഹോ അതനോദ്ഭൃശം സുഹൃദ് അയം ഹൃദയം തവ കാതരം.
അവിടെ സുഹൃദയം എന്നുള്ളത് സുഹൃത്ത് അയം, അയം സുഹൃത്ത്. ആ സുഹൃത്ത് ആരാ? സുഹൃത്ത് ആ ബ്രാഹ്മണനെ വർണ്ണിച്ചതാണ് സുഹൃത്ത് എന്ന്. സുഹൃത്ത് നല്ല ഹൃദയമുള്ളവൻ. ആ വെൽവിഷർ, ആരുടെ വെൽവിഷർ? രുക്മിണിയുടെ വെൽവിഷർ. അയം സുഹൃത്ത്, രുക്മിണിയുടെ സുഹൃത്തായ ബ്രാഹ്മണൻ. തവ ഹൃദയം കാതരം അതനോത്, അങ്ങയുടെ ഹൃദയത്തെ കാതരമാക്കി ചെയ്തു. കാതരമാക്കുക എന്ന് പറഞ്ഞാൽ ആർദ്രമാക്കുക, അലിവാർന്നതാക്കുക, പരവശമാക്കുക എന്നൊക്കെ അർത്ഥം. അങ്ങയുടെ ഹൃദയത്തെ പിടിച്ചു ഉലച്ചു, കാതരമാക്കി തീർത്തു, അനുകമ്പ കൊണ്ട് ആർദ്രമാക്കി ചെയ്തു. ആര്? അയം സുഹൃത്ത്, ഈ വന്ന ബ്രാഹ്മണൻ. ആരുടെ വാക്കുകളെ കൊണ്ട്? സുതനോഹോ ഇതി ഗിര. സുതനോഹോ എന്ന് പറഞ്ഞാൽ നല്ല ശരീരത്തോടു കൂടിയവളുടെ. സുതനു എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നർത്ഥമാണ്. നല്ല തനുവോട് കൂടിയവൾ, അതിൻ്റെ ഷഷ്ടി സുതനോഹോ. ആ സുന്ദരിയുടെ ഗിര വാക്കുകൊണ്ട്, ഇപ്രകാരമുള്ള വാക്കുകളെ കൊണ്ട്, ഭൃശം തവ ഹൃദയം കാതരം അതനോത്, അങ്ങയുടെ ഹൃദയത്തെ നല്ലതുപോലെ ഭൃശം അത്യന്തം കാതരമാക്കി ചെയ്തു ആ മിടുക്കനായ ദൂതൻ. അയം സുഹൃത്ത്, ആ ദൂതനായ ബ്രാഹ്മണൻ എന്നർത്ഥം. സുഹൃത്ത് അയം, സുഹൃദയം, ഹൃദയം തവ കാതരം. അപ്പോ ഭാഗവതത്തിലെ 6 ശ്ലോകം ഗംഭീര ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞ ദൂതിനെ ഇവിടെ മേൽപ്പത്തൂർ വളരെ ചുരുക്കി പറഞ്ഞു, എന്നാലും വളരെ ഹൃദയസ്പർശിയായിട്ട് തന്നെ പറഞ്ഞു. അശരണാം യതിമാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാസുതൻ. അപ്പോൾ ഇവിടെ നിൽക്കട്ടെ, 2 ശ്ലോകങ്ങളും കൂടിയുണ്ട് ഈ ദശകത്തിൽ. സമയം വല്ലാതെ അതിക്രമിച്ചതുകൊണ്ട് നിർത്താം. മാത്രമല്ല ഭാഗവതത്തിലെ ആ 6 ശ്ലോകങ്ങൾ, രുക്മിണിയുടെ സന്ദേശം, അത് നാളെ ഒന്ന് ചുരുക്കി കാണാം. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. സന്ധ്യാസമയമായതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ ഇത് കഴിഞ്ഞ് ബാക്കി അടുത്ത ദശകത്തിലേക്ക് പ്രവേശിക്കാം. രുക്മിണി ഹരണം എന്നുള്ളതായിട്ടുള്ള അതിൽ 7ാമത്തെ ശ്ലോകത്തിലാണ് രുക്മിണി ഹരണം വരിക. അത് നാളെ തന്നെ എത്തുമെന്ന് അറിയില്ല, മറ്റന്നാളേക്കായിരിക്കും ചിലപ്പോൾ. നോക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ വ്യാഴാഴ്ച എല്ലാ ക്ലാസ്സുകളും റെഗുലറായിട്ട് കാണാം. ഹരി ഓം. നാരായണ.